നമസ്തേ പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബ്രൂവറിയിൽ മുന്നണിയിൽ ഒറ്റപ്പെട്ട CPM. തെറ്റായ നയങ്ങളെ പിന്തുണയ്ക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ച CPIയും RJDയും. CPM ബ്രൂവറിക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ പ്രതി അനന്തു കൃഷ്ണനുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. തെളിവെടുപ്പ് കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും. അനന്തുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻ പരാജയം. കെട്ടിവെച്ച കാശുപോലും നഷ്ടമായി. തെരഞ്ഞെടുപ്പിൽ 67 സ്ഥാനാർത്ഥികൾക്കും പണം നഷ്ടമായി. ഹാട്രിക് സംപൂജ്യരായി കോൺഗ്രസ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടരുന്നു. സനാതനധർമ്മത്തെ അവഹേളിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പ്രതിഷേധം കടുക്കുന്നു. രൂക്ഷ വിമർശനവുമായി യോഗക്ഷേമ സഭ. ഗോവിന്ദന്റെ പരാമർശം അറിവില്ലായ്മ കൊണ്ടെന്ന അക്കീരമൻ. ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഇന്ന് സമാപിക്കും. വൈകിട്ട് പമ്പ ആരതിയും പുണ്യനദിയിൽ സ്നാനവും. സമാപന സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. തെക്ക് കിഴക്കൻ അലസ്ക നഗരമായ നോമിൽ വിമാനം തകർന്ന് 10 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. യന്ത്ര തകരാറാണ് വിമാനം തകരാൻ കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ ഇന്നിറങ്ങും. മത്സരം ഉച്ചയ്ക്ക് 1:30 കട്ടക്കിൽ. എന്തായാലും ദേവിക, ഇന്നലത്തെ മിന്നും ജയം BJPക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡൽഹിയിലും ഇനി ഡബിൾ എഞ്ചിൻ സർക്കാർ. 27 വർഷത്തിന് ശേഷമാണ് 48 സീറ്റിലെ മിന്നും വിജയവുമായി രാജ്യ തലസ്ഥാനത്ത് BJP ഭരണത്തിലെത്തുന്നത്. കെജ്രിവാളിന്റെ കുറ്റിച്ചൂൽ രാഷ്ട്രീയത്തിനെതിരെ 11 വർഷം BJP നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ഈ വിജയം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്തായാലും മിന്നുന്ന വിജയം, തിളക്കമാർന്ന വിജയം. BJP അതെങ്ങനെ കൈവരിച്ചു എന്നുള്ളതും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തിക്കൊണ്ട്, വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട്, ഏറ്റവും ഉപരി അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണത് BJP ഡൽഹിയിൽ കൈവരിച്ചത്. ഇനി തുടർന്നുള്ള ചർച്ചകളാണ് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യത്തിൽ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ദേവിക, ഇന്നലത്തെ ദിവസം BJP പ്രവർത്തകർ, അത് ഡൽഹിയിലെ മാത്രം BJP പ്രവർത്തകരല്ല, മറിച്ച് ഭാരതത്തിലെമ്പാടുമുള്ള BJPയുടെ പ്രവർത്തകർക്ക് വലിയ ആഘോഷം ഉള്ള ഒരു ദിവസമായിരുന്നു. ഏതാണ്ടൊരു ഇന്നലെ 10 മണിയോടുകൂടി തന്നെ രാജ്യതലസ്ഥാനത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ്, ഭരണമാറ്റം ഉണ്ടാകും. 27 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം BJPയുടെ ഭരണം വരുമെന്ന് ഉറപ്പായി. അതോടുകൂടി ഡൽഹിയിൽ ഒപ്പം രാജ്യത്തിൻ്റെ പല ഭാഗത്ത്, നമ്മൾ കേരളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഇന്നലെ വലിയ ആഘോഷങ്ങൾ നടന്നിരുന്നു. വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ കേന്ദ്ര കാര്യാലയമായ ദീൻദയാൽ മാർഗിലെ ആസ്ഥാനത്തെത്തി. അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആരോഗ്യമന്ത്രിയും BJPയുടെ ദേശീയ അധ്യക്ഷനുമായ JP നഡ്ഡ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ രാവിലെ പന്ത് BJP ആസ്ഥാനത്താണ് ആഘോഷങ്ങൾ നടന്നതെങ്കിൽ വൈകുന്നേരം പ്രധാനമന്ത്രി എത്തുന്ന പശ്ചാത്തലത്തിൽ ദീൻദയാൽ മാർഗിലേക്ക്, ITOയിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഓഫീസിലേക്ക് എത്തി. അവിടെയാണ് വൈകുന്നേരം ആഘോഷങ്ങൾ നടന്നിരുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ നീണ്ട പ്രവർത്തനങ്ങളാണ്. അതായത് രാഷ്ട്രീയത്തിൽ കാത്തിരിപ്പിനും ക്ഷമയ്ക്കും എത്രത്തോളം വിലയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണ് എന്നത് കൃത്യമായി ഒരിക്കൽ കൂടി BJP ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്
നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ഭാവി തലമുറയ്ക്കും മുമ്പിൽ കാണിച്ചു നൽകുകയാണ് രാഷ്ട്രീയം എങ്ങനെയാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ക്ഷമ എത്രത്തോളം പ്രവർത്തിക്കണം. അതായത് ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം പരിപാടി അവസാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും കെജ്രിവാളിനെതിരെയാണെങ്കിലും മുൻപത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെയാണെങ്കിലും 27 വർഷം BJP പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് ഇന്നലെ നമ്മൾ കണ്ട അത്രത്തോളം തിളക്കമാർന്ന ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു വിജയം ജനങ്ങൾ BJPക്ക് ഡൽഹിയിൽ നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വിജയത്തിനൊക്കെ ശേഷം ഇനിയും വളരെ സീരിയസ് ആയ ചർച്ചകളിലേക്ക് കൂടി പാർട്ടി കടക്കുന്നുണ്ട്. ഇനിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭരണഘടനാ പദവികളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ BJPയുടെ ദേശീയ നേതൃത്വത്തിന് ഈ വിജയത്തിൽ കൃത്യമായൊരു ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ മുഖ്യമന്ത്രി ആരാകും എന്നതൊക്കെ സംബന്ധിച്ചൊരു ധാരണ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമൊക്കെ ഇടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് ചുരുങ്ങിയ ദിവസത്തിനകം തന്നെ ഇത് സംബന്ധിച്ചൊരു അന്തിമമായ തീരുമാനമെടുത്ത് അത് മാധ്യമങ്ങളെ അറിയിക്കും. BJPയുടെ നിയമസഭാ കക്ഷിയോഗം ഇനിയും ചേരേണ്ടതുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MLA മാർ യോഗം ചേർന്നാണ് കക്ഷി നേതാവിനെ ഇനിയും തെരഞ്ഞെടുക്കേണ്ടത്. അത് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ BJP ദേശീയ നേതൃത്വമാണ് പൂർണ്ണമായി നടത്തുന്നത്. ഇന്നലെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വീരേന്ദ്ര സച്ദേവ, അദ്ദേഹമാണ് നിലവിൽ BJPയുടെ ഡൽഹി ഘടകത്തിന്റെ അധ്യക്ഷൻ, വീരേന്ദ്ര സച്ദേവ തന്നെ പറഞ്ഞത് ദേശീയ നേതൃത്വം അതിലൊരു തീരുമാനമെടുക്കും ആരാകണം മുഖ്യമന്ത്രി എന്നത്. കാരണം ഈ വിജയിച്ചു വന്നവരിൽ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാനൊക്കെ യോഗ്യതയുള്ള ഒരുപാട് നേതാക്കളുണ്ട്. അതിനാൽ അതിലാരെ ഡൽഹിയുടെ സാഹചര്യത്തിനനുസരിച്ച് ഇരുത്തണമെന്നത് ദേശീയ നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ്. അവർ പറയുന്നതിനനുസരിച്ചാകും അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്ന് സച്ദേവ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആഘോഷങ്ങൾ ഒരു ഭാഗത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി പദം, ഒപ്പം നിയമസഭാ കക്ഷിയോഗം, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി തുടരുകയാണ്. രോഹിണി. ശരി ഗൗതം, തുടരുക. മറ്റൊരു റിപ്പോർട്ട് കൂടി പരിശോധിക്കണം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിട്ട കോൺഗ്രസിന് 67 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശും നഷ്ടമായി. 1998 മുതൽ 15 വർഷം ഡൽഹി ഭരിച്ച പാർട്ടിക്ക് മൂന്നാം തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും ലഭിക്കാത്തതിന്റെ നാണക്കേടിന് പുറമെയാണ് 67 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച പണവും നഷ്ടമായത്. ബാദ്ലി, കസ്തൂർബ നഗർ, നഗ്ലോയ് ജാട്ട് എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ആശ്വാസകരമായ പ്രകടനം നടത്തിയത്. 70 സീറ്റുകളിലും പാർട്ടി ഇക്കുറി മത്സരിച്ചിരുന്നു. 2020-ലും സമാനമായ അവസ്ഥയായിരുന്നു കോൺഗ്രസിന്. അന്ന് 66 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിക്ക് 63 സീറ്റുകളിലും കെട്ടിവെച്ച തുക നഷ്ടമായിരുന്നു. ഗൗതം, നമുക്കറിയാം ഈ തോൽവിയിൽ ഹാട്രിക് അടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വട്ടപൂജ്യമാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ചിത്രത്തിലെ കോൺഗ്രസ് ഇല്ല എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ആദ്യം തന്നെ പ്രവചിച്ചിരുന്നു. ആ സമയത്തും കോൺഗ്രസ് പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. പക്ഷേ ഇന്നലെ പ്രിയങ്ക വാദ്രയുടെ പ്രതികരണമെല്ലാം വളരെ രസകരമായിരുന്നു. കാരണം ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ താനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ദേവിക, കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ഡൽഹിയുടെ മുൻപത്തെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ ഡൽഹിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെ കോൺഗ്രസ്സുകാരനാണ്. ബ്രഹ്മപ്രകാശ് അദ്ദേഹമാണ് 1952-ൽ ഡൽഹി നിയമസഭ രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ മുഖ്യമന്ത്രി. രണ്ടാമത്തെ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയാണ്. പിന്നീട് 1952-നും 1956-നും ഇടയിൽ കോൺഗ്രസ് ഡൽഹി ഭരിച്ചതാണ്. അതിനുശേഷം പിന്നീട് 1956 മുതൽ 1992 വരെ ഡൽഹി നിയമസഭ ഡിസോൾവ് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ നേരിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. ഡൽഹിക്ക് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടുള്ള ഒരു അധികാരം സർക്കാർ നൽകിയിരുന്നില്ല. പിന്നീട് 93 മുതലാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ വീണ്ടും ഡൽഹി നിയമസഭ വരികയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ രൂപപ്പെടുകയും ചെയ്തത്. 93-ന് ശേഷം വീണ്ടും കോൺഗ്രസിന്റെ പ്രതാപകാലമുണ്ട്. 98 മുതൽ 2013 വരെ ഷീലാ ദീക്ഷിത് 15 വർഷക്കാലം ഡൽഹി തുടർച്ചയായി ഭരിച്ചു. 98-ൽ 58 സീറ്റുകൾ നേടിക്കൊണ്ട് 70 നിയമസഭാ മണ്ഡലങ്ങളിൽ 58 വിജയിച്ചുകൊണ്ടാണെന്ന് ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഡൽഹിയിൽ ഒരു തിരിച്ചുവരവ് നടത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. 2013 മുതലാണ് ഈ തകർച്ച തുടങ്ങുന്നത്. 2013-ൽ ഷീലാ ദീക്ഷിത് തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനോട് പരാജയപ്പെടുന്നുണ്ട്. അന്ന് ഡൽഹിയിൽ ആകെ കോൺഗ്രസിന് ലഭിച്ചത് 8 സീറ്റ് മാത്രമാണ്. അതിനുശേഷം 2015-ലും 2020-ലും ഒരു സീറ്റിലും പോലും കോൺഗ്രസ് വിജയിച്ചിരുന്നില്ല, അക്കൗണ്ട് തുറന്നിരുന്നില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1-2 സീറ്റിലെങ്കിലും വിജയിക്കാനുള്ളൊരു ശ്രമം, ഒരു മേൽവിലാസം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു വലിയ ശ്രമം കോൺഗ്രസ് നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പ്രചരണ രംഗത്ത്
വളരെ സജീവമാവുകയും കോൺഗ്രസ് പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്ത് പറഞ്ഞതുപോലെ രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസിനെ പൂർണ്ണമായി എഴുതി തള്ളിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ആവശ്യം ഇനിയും ഇല്ല എന്ന ഒരു ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കാര്യമായി വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമാകാം ഒരുപക്ഷെ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിലും കോൺഗ്രസ് സംപൂജ്യരാണ്. 67 സീറ്റുകളിൽ കെട്ടിവെച്ച കാശ് നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ദയനീയമായ പ്രകടനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു. 3 സീറ്റുകളിൽ മാത്രമാണ് അല്പമെങ്കിലും ഒരു മെച്ചപ്പെട്ട, അതും അവിടെ ഒരു കാര്യമായ പ്രകടനമോ ലീഡോ കോൺഗ്രസിന് ഉണ്ടായി എന്നല്ല പറയുന്നത്, മറിച്ച് അവിടെ കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാൻ കഴിയുക. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെട്ടു. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ മകൻ തന്നെ, അദ്ദേഹം ഇവിടെ ഡൽഹി PCCയുടെ അധ്യക്ഷനൊക്കെ ആയിരുന്നു. ഡൽഹിയിലെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രമുഖ മുഖമാണ് സന്ദീപ് ദീക്ഷിത്തും അവിടെ 3-ാം സ്ഥാനത്താണ്. ഒരു ഘട്ടത്തിൽ പോലും കെജ്രിവാളും പർവേഷ് വർമ്മയും തമ്മിലുള്ള മത്സരത്തിന് ഇടയിലേക്ക് വരാൻ പോലും സന്ദീപ് ദീക്ഷിത്തിന് കഴിഞ്ഞില്ല. ഇടയ്ക്ക് പോലും ഒരു ലീഡ് ഉയർത്താനോ ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. മറ്റൊരാൾ അൽക്കാലംബയാണ്. അൽക്കാലംബ മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ്. കൽക്കാജി മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അവിടെ രമേശ് ബിദൂരിയും ഡൽഹി മുഖ്യമന്ത്രി അതീഷി മർലീനയും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനിടയിൽ അവിടെയും ഒരു ലീഡ് ഉയർത്താൻ പോലും അൽക്കാലംബയെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു സമ്പൂർണ്ണമായ പരാജയം കോൺഗ്രസിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. പ്രമുഖ നേതാക്കളെ എല്ലാം രംഗത്തിറക്കിക്കൊണ്ടുള്ള വലിയ പ്രചരണം നടത്തിയിട്ടും വട്ടപൂജ്യമായി കോൺഗ്രസ് മാറുകയാണ്. ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥയും സമാനമാണ്. പക്ഷേ ഇടതുപക്ഷം നമുക്കറിയാം അപ്രസക്തമായ രാഷ്ട്രീയ കക്ഷികളാണ്. അവർക്ക് എത്ര സീറ്റ് കിട്ടി, എന്ത് കിട്ടി എന്നതിനെപ്പറ്റി ആളുകൾ ബോധേഡല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളായതുകൊണ്ടാണത് പറയുന്നത്. കാരണം കേരളം ഭരിക്കുന്നത് CPM ആയതുകൊണ്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ CPMന് എന്തോ സ്വാധീനമുണ്ട് എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നത് കൊണ്ടും നമ്മൾ പറയാം. CPM 2 സീറ്റിലാണ് ഡൽഹിയിൽ ആകെ മത്സരിച്ചത്. അതായത് അവരുടെ അഖിലേന്ത്യാ ആസ്ഥാനം ഇരിക്കുന്ന ഗോൾ മാർക്കറ്റ് അടങ്ങുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ അവർക്ക് സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. അവർ 70 നിയമസഭാ സീറ്റിൽ ആകെ 2 മാത്രമേ അവർക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ തന്നെ കിട്ടിയുള്ളൂ. അത് ബദർപൂരും അതോടൊപ്പം തന്നെ മറ്റൊന്ന് കാരാവാൾ നഗറുമാണ്. ഈ 2 നോട്ടയ്ക്ക് പിന്നിലാണ് CPM എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. ഈ 2 സീറ്റുകളിലും നോട്ട 500-ന് മുകളിൽ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അത്രയും വോട്ടുകൾ പോലും, അതായത് നോട്ടയ്ക്ക് കിട്ടിയ വോട്ടുകൾ പോലും CPIMന് അവർ മത്സരിച്ച 2 മണ്ഡലങ്ങളിലും കിട്ടിയിട്ടില്ല. അത്രത്തോളം വോട്ടുകൾ പോലും ലഭിച്ചില്ല എന്നതും ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ദേവിക, അതുതന്നെ 2 മണ്ഡലങ്ങളിലാണ് CPM മത്സരിച്ചതെങ്കിലും നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് പോലും CPMന് കിട്ടിയില്ല. മാത്രമല്ല കോൺഗ്രസ് വലിയൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. വലിയൊരു തിരിച്ചടി കൂടിയാണ്. ദയനീയ പരാജയം എന്ന് തന്നെ പറയാം. വേറൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഇന്നലെ എന്തായാലും EVM മെഷീനെ കുറ്റപ്പെടുത്താനൊന്നും കോൺഗ്രസ് തയ്യാറായില്ല. അട്ടിമറി ആരോപണമൊന്നും നടത്തിയില്ല. യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുക്കുന്നു കോൺഗ്രസ്. എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഒരു EVM പരാതി വരുന്നതാണ്. നമുക്കറിയാം, ജനങ്ങൾ ഉൾപ്പെടെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പറയാറുണ്ട്, താൻ തോൽക്കുമ്പോൾ മാത്രം EVM മെഷീനെ കുറ്റം പറയുന്നു. കഴിഞ്ഞ ആഴ്ച പോലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഈ വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഇനിയിപ്പോൾ പുതിയ മാർഗങ്ങൾ ആലോചിക്കുകയാകാം. അതെ. ഇനി നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ പ്രതി അനന്തകൃഷ്ണനുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു. കൊച്ചിയിൽ അനന്തകൃഷ്ണന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന അശോക ഫ്ളാറ്റിലടക്കമാണ് ഇനി തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ളത്. SP-യുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിൽ അനന്തു നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. നാളെ അനന്തുവിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, ഇക്കാര്യത്തിൽ വലിയ ഒരു തെളിവെടുപ്പ് നടപടികളാണ് പ്രധാനമായും നടക്കുന്നത്. കാരണം ഇടുക്കിയിലും കഴിഞ്ഞ ദിവസം ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. അവിടെ അനന്തകൃഷ്ണൻ സ്ഥലം പല സ്ഥലങ്ങളിലായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിലാണ് തെളിവെടുപ്പിനെ എത്തിച്ചത്. മാത്രമല്ല അനന്തകൃഷ്ണന്റെ വീടിരുന്ന ഭാഗം ഇടുക്കി ജില്ലയിലെ ഓഫീസുകളിലെല്ലാം കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി. ഇന്ന് പ്രധാനമായും ഹൈക്കോടതി ജംഗ്ഷനിലെ 2 ഫ്ളാറ്റുകൾ, അയാൾ താമസിച്ചിരുന്ന 2 ഫ്ളാറ്റുകളുണ്ട്. കടവന്ത്രയിൽ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇവിടെയെല്ലാം എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. കാരണം നാളെ കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. ഇതിനു മുമ്പ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കൂടി അന്വേഷണ
സംഘത്തെ സംബന്ധിച്ചിടത്തോളം കടക്കണം. കാരണം കൂടുതൽ പരാതികളാണ് ഓരോ മേഖലകളിൽ നിന്നും വരുന്നത്. ഏറ്റവും ആദ്യം കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് പരാതികൾ വന്നിരുന്നു. ഒപ്പം തന്നെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, പറവൂർ, മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ നിന്ന് പരാതി വന്നു. ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് മൂവാറ്റുപുഴയിലാണെങ്കിൽ കൂടുതൽ പരാതികൾ പറവൂർ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ഇന്നലെ മാത്രം 275ഓളം പരാതികളാണ് കൂടുതലായി ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ വഞ്ചിച്ചു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ലഭിച്ചത്. അങ്ങനെ 500-ലധികം പരാതികൾ എറണാകുളം ജില്ലയിൽ പറവൂരിൽ മാത്രം ഇന്നലെ രാത്രി വരെ ലഭിക്കുകയും 4 കേസുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സംഘടനകളെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെയാണ് ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഇടപാടുകൾ, ആരെല്ലാമാണ് അവിടെ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്, അതിൻ്റെ രേഖകൾ എന്തെങ്കിലും ഇപ്പോഴും ആ ഫ്ളാറ്റുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഓഫീസിൽ വിശദമായൊരു പരിശോധന, കാരണം കൃത്യമായി പരാതികൾ കൂടുതലായി ഓരോന്ന് വരുമ്പോൾ പോലും എത്ര പേരിൽ നിന്ന് പണം വാങ്ങി എന്നതിന് ഒരു കൃത്യമായ കണക്കുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അനന്തകൃഷ്ണൻ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. പലപ്പോഴും ലഭിക്കുന്ന പണം അനന്തകൃഷ്ണൻ സ്വന്തം കാര്യങ്ങൾക്കായി വകമാറ്റുകയായിരുന്നു പ്രധാനമായും ചെയ്തിരുന്നത്. കോടിക്കണക്കിന് രൂപ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന പേരിൽ കളക്ഷനായി അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുമ്പോൾ അതിലൊരു ഭാഗം അനന്തകൃഷ്ണൻ സ്വന്തം നിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനടക്കം വിനിയോഗിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ തട്ടിപ്പിൽ കൂടുതൽ ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. അനന്തകൃഷ്ണനെ പോലെ തന്നെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ആളുകളുണ്ട്. ചില ഉദ്യോഗസ്ഥർക്കും ചില രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം അനന്തകൃഷ്ണൻ കൃത്യമായി മാസപ്പടി എന്ന രീതിയിൽ പണം കൈമാറിയിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അത് ചില പോലീസ് ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പല പരിപാടികളും ഇത്തരത്തിൽ അനന്തകൃഷ്ണൻ നടത്തിയിരുന്നത്. മാത്രമല്ല ഈ NGOകളുമായി ബന്ധപ്പെട്ട്, ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്കൂട്ടർ വിതരണ പരിപാടികൾ കേമമായി നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ അതിൻ്റെ ഭാഗമാക്കി മാറ്റണം, ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം എന്നൊരു നിർദ്ദേശം അനന്തകൃഷ്ണൻ എല്ലാവർക്കും നൽകിയിരുന്നു. കാരണം ജനങ്ങളിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതാണ് ഏറ്റവും പ്രധാനമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അനന്തകൃഷ്ണൻ അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകിയത്. അങ്ങനെ ആരെല്ലാമാണ് അനന്തകൃഷ്ണന്റെ ഭാഗമായത്, അവരെന്ത് സാമ്പത്തിക നേട്ടമാണ് ഈ തട്ടിപ്പിന്റെ ഭാഗമായി ഉണ്ടാക്കിയത് എന്ന കാര്യമടക്കം പ്രധാനമായും പരിശോധിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് 46 ലക്ഷം രൂപയാണ് വാങ്ങിയത് എന്നതിൻ്റെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ വന്നത്. നേരത്തെ 40 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു, അത് ഫീസിനത്തിലാണ് എന്നത് എല്ലാം അവർ വ്യക്തമാക്കിയിരുന്നു. 46 ലക്ഷത്തോളം രൂപയാണ് പല ഘട്ടങ്ങളിലായി അനന്തകൃഷ്ണനിൽ നിന്ന് വാങ്ങിയത് എന്നതിൻ്റെ ഒരു വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പറഞ്ഞത് തന്നെയാണ് ഇതിൽ ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. കാരണം ജിജീഷ്, നമുക്കറിയാം പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഒന്നായി ഇത് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ അനന്തകൃഷ്ണനെ മാത്രം പ്രതി ചേർക്കാനാകില്ല. ഈ സാമ്പത്തിക ലാഭം കൊയ്തവരിൽ മറ്റു പലരുമുണ്ട്, ഉന്നതരും അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന് ചില നിർണായക വിവരങ്ങൾ അനന്തകൃഷ്ണൻ അത് കൈമാറിയിട്ടുണ്ട് മൊഴിയായി എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാകില്ലല്ലോ. തീർച്ചയായും ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര്, നിരവധി ആളുകൾ ഈ തട്ടിപ്പിന്റെ ഭാഗമായി പലപ്പോഴും ഇതിന്റെ അനന്തകൃഷ്ണൻ വഴി സംഘടനയിലൂടെ നിരവധി ആളുകളെ ചേർത്ത പ്രാദേശികമായ നിരവധി സംഘടനകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാം പറയുന്നത് അനന്തകൃഷ്ണൻ തങ്ങളെ വഞ്ചിച്ചു എന്ന കാര്യമാണ്. എന്നാൽ സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസ്യത പരിശോധിക്കാതെയാണ് ഈ ആളുകളെല്ലാം തന്നെ അനന്തകൃഷ്ണന്റെ ഭാഗമായി മാറിയത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത്തരത്തിൽ CSR ഫണ്ടുകൾ വരുന്നുണ്ട് എന്നും ആ CSR ഫണ്ടുകൾ ചെലവഴിക്കാൻ കഴിയാതെ ആ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോൾ മറ്റ് ആവശ്യങ്ങൾക്ക് വലിയ തുക അവർ നൽകുന്നു എന്നെല്ലാം അനന്തകൃഷ്ണൻ വിശ്വസിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ പോലും CSR ഫണ്ട് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ കളക്ഷനായി പിരിച്ചതിന് ശേഷം അതിന്റെ ചെറിയൊരു പങ്ക് കൊണ്ട് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പുകളും വാങ്ങി കുറച്ച് പേർക്ക് മാത്രം നൽകി വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ നൽകിയിരുന്നത്. അത്തരത്തിൽ വലിയ അളവിൽ ഇരുചക്ര വാഹനങ്ങളും അല്ലെങ്കിൽ മറ്റ് തയ്യൽ മെഷീനുകളും എല്ലാം തന്നെ വാങ്ങുമ്പോൾ അതിൻ്റെ കമ്പനിയുടെ പ്രതിനിധികളെ കൂടി ആ
ഇത്തരത്തിൽ നടത്തുന്ന ചടങ്ങുകൾക്ക് ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ വരുമ്പോൾ അവരാണ് ഈ CSR ഫണ്ട് നൽകുന്നത് എന്നെല്ലാമുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ അനന്തകൃഷ്ണന് കൃത്യമായി തന്നെ കഴിഞ്ഞിരുന്നു. കാരണം പ്രധാനപ്പെട്ട വൻകിട കമ്പനികളുടെ പ്രതിനിധികളെ ഇത്തരം ചടങ്ങുകളിലേക്ക് വിളിക്കുന്നു. അതിനുശേഷം അവരെ കൊണ്ട് ആ ചടങ്ങിന്റെ ഭാഗമാക്കി ആശംസകളടക്കം നേരുന്ന ഒരു പ്രത്യേക ചടങ്ങ് സംഘടിപ്പിക്കുന്നു. സ്വാഭാവികമായും ആളുകൾ വിശ്വസിച്ചിരുന്നത് ഈ CSR ഫണ്ടുകൾ അനന്തകൃഷ്ണന്റെ കൈവശം എത്തുന്നുണ്ട്. വൻകിട കമ്പനികളിൽ പലതും ഇത്തരത്തിൽ CSR ഫണ്ട് അനന്തകൃഷ്ണന് നൽകാൻ തയ്യാറാകുന്നുണ്ട്. പാതിവിലക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകുന്നതിനും ഒപ്പം തന്നെ ലാപ്ടോപ്പുകളുടെ വിതരണത്തിനും തയ്യൽ മെഷീനുകളുടെ വിതരണത്തിനും എല്ലാം തന്നെ. മാത്രമല്ല ഇടുക്കിയിൽ ഈ പണം പ്രധാനമായും കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് വളമടക്കം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോടുകൾ നൽകാമെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ തട്ടിപ്പിന്റെ എല്ലാ മാർഗങ്ങളും കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തിയായിരുന്നു അനന്തകൃഷ്ണൻ ആ ചെറുപ്രായത്തിൽ തന്നെ മുന്നോട്ട് പോയത് എന്നതാണ് വ്യക്തമാകുന്നത്. പലരെ ആളുകളെയും ഇതിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി തന്ത്രപൂർവ്വമുള്ള നീക്കങ്ങൾ അനന്തകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തട്ടിപ്പ് മാത്രമായിരുന്നു തുടക്കം മുതൽ അനന്തകൃഷ്ണന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം നേരത്തെ മൊഴി നൽകിയപ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞത് തന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ആയതോടുകൂടിയാണ് ഇതിലെല്ലാം തന്നെ പാകപ്പിഴകൾ വന്നത്, താൻ സാമ്പത്തിക തട്ടിപ്പ് ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ആദ്യഘട്ടത്തിൽ തന്നെ മറ്റു നിക്ഷേപങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ അനന്തകൃഷ്ണൻ കൃത്യമായി തന്നെ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു. അതെ, ശരി ജിജീഷ്. എന്തായാലും സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ പ്രതി അനന്തു കൃഷ്ണനുമായുള്ള തെളിവെടുപ്പ് തുടരും. നാളെയാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. കൂടുതൽ പേരിലേക്കും അന്വേഷണം എത്തുമോ എന്നുള്ളത് ചില സംശയങ്ങളും പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്നും പ്രത്യേക ചടങ്ങുകൾ നടക്കും. അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനം, തസംഗം, ഭജന എന്നിവയും തുടർന്ന് ദർശനവും ഉണ്ടാകും. 5 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ അമൃതപുരിയിലേക്ക് എത്തിയത്. അമൃതോത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജയും സമൂഹ രാഹു, ശനിദോഷ നിവാരണ പൂജകളും മറ്റ് വിശേഷാൽ പൂജകളും ഉണ്ടാകും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം അമ്മ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. നിരവധി ഭക്തജനങ്ങളാണ് അമ്മയെ കാണാനായി കൈമനത്തെ മാതാ അമൃതാനന്ദമയി മഠത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും വലിയൊരു ഭക്തജന പ്രവാഹം അവിടെ ഉണ്ടോ? പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇന്നും വലിയ ഭക്തജന പ്രവാഹമാണ് ഈ അമൃതമയി മഠം കൈമനം ആശ്രമത്തിലുള്ളത്. അമ്മയെ കാണുവാനും ദർശനം നേടുവാനുമെല്ലാം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ നടക്കുന്നത് രാഹുപൂജയാണ്. ഈ ദോഷ നിവാരണാർത്ഥം നടത്തുന്ന രാഹുപൂജയാണ്. ആ രാഹുപൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ മഹാഗണപതി ഹോമവും അതോടനുബന്ധിച്ച് പൂജകളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഈ ചടങ്ങുകൾക്ക്, ഇന്നത്തെ 2ാം ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഭക്തരെ ഈ നിരത്തി ഇരുത്തിക്കൊണ്ട് രാഹുപൂജ നടത്തുന്നത്. അതിൽ രാഹുപൂജ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ ക്ഷേത്രത്തിലെയും അതോടൊപ്പം തന്നെ ഈ സത്സംഗം അടക്കമുള്ള മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക. ഈ രാഹുപൂജയാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലൊരു ജനസഞ്ചയം തന്നെ ഈ കൈമനം ആശ്രമത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ വൈദേശികരായിട്ടുള്ള ആളുകളും അടക്കം ഈ അമ്മയുടെ ദർശനം നേടുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമായി ഈ കൈമനം ആശ്രമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 11 മണിക്കാണ് അമ്മയുടെ ദർശനം ഉണ്ടാക്കുക. 11 മണിയോടുകൂടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിലേക്ക് അമ്മ എത്തും. തുടർന്ന് സത്സംഗമുണ്ടാകും. അതോടൊപ്പം തന്നെ അമ്മയുടെ പ്രഭാഷണവും അതിനുശേഷം ദർശനവും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഏറെ വൈകിട്ട് ഏകദേശം 11:30 മണിവരെ അമ്മയുടെ ദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അമ്മ വിശ്രമത്തിനായിട്ട് പോയത്. തുടർന്ന് ഇന്ന് വീണ്ടും ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്യും. ഏറ്റവും എടുത്തു പറയേണ്ടത് അനന്തപുരിയുടെ മണ്ണിലേക്ക് അമ്മ എത്തുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ ഈ കൊറോണയുടെ ഒരു 3 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ആണ് മറ്റ് യാത്രകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ വീണ്ടും ഈ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷികവുമായി ബന്ധപ്പെട്ട് അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. ഭക്തരും അത് വലിയ ആഘോഷമായി മാറ്റിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ, തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതലായി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് വൈദേശികരായിട്ടുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. എന്തായാലും അമ്മയുടെ ദർശനം നേടുന്നതിനും അതോടൊപ്പം തന്നെ അനുഗ്രഹം സാധിക്കുന്നതിനും എല്ലാം വലിയ രീതിയിലുള്ളൊരു ജനപ്രവാഹം തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇത്രയും ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അവരുടെ ഭക്ഷണം, അതോടൊപ്പം തന്നെ മറ്റ് വ്യവസ്ഥകൾ, അതായത് വാഹന സൗകര്യങ്ങൾ അടക്കമുള്ള വ്യവസ്ഥകളും ഇവിടെ കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട്
തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ ഭക്തർക്ക് ദർശനം നേടുവാൻ സാധിക്കും. രാവിലെ തന്നെ ഇത്തരത്തിൽ ഭക്തർ ഇവിടേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസവും ദർശനം സാധിക്കാതെ പോയ ഭക്തരെല്ലാം ഇവിടേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ സഞ്ചയം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഹുപൂജയാണ്. അതിനുശേഷമാണ് ആയിരിക്കും മറ്റു ചടങ്ങുകളിലേക്കെല്ലാം കടക്കുക. 11 മണിയോടുകൂടി അമ്മ ഈ വേദിയിലേക്ക് എത്തും. തുടർന്ന് അമ്മയുടെ ദർശനവും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ദർശനവും മറ്റ് പ്രഭാഷണവും അടക്കമുള്ളവ ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിലുള്ളൊരു സഞ്ചയം അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 11 മണിയോടുകൂടി അമ്മ ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്യും. ദേവിക. ശരി. ധ്യാനം, സത്സംഗം, ഭജന എന്നിവയും തുടർന്ന് അമ്മയുടെ ദർശനവും അവിടെ ഉണ്ടാകും. 5 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ അമൃതപുരിയിലേക്ക് എത്തിയത്. അമൃതോത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജയും സമൂഹരാഹു ശനിദോഷ നിവാരണ പൂജകളും മറ്റ് വിശേഷാൽ പൂജകളും ഉണ്ടാകും. വലിയൊരു ഭക്തജന പ്രവാഹമാണ് ഇന്ന് മഠത്തിലുണ്ടായിരിക്കുന്നത്. തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ ബ്രൂവറിയിൽ CPM-ഉം ഘടകകക്ഷികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നു. തെറ്റായ നയങ്ങളെ കണ്ണുമടച്ച് പിന്തുണയ്ക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ച് CPI-യും RJD-യും ഇടതുമുന്നണിയേക്കാളും സർക്കാർ ബ്രൂവറിക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. അതേസമയം ചെറുകക്ഷികളുടെ എതിർപ്പ് ഗൗരവമായി കാണേണ്ടതില്ലെന്ന നിലപാടിലാണ് CPM. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ബ്രൂവറി നിലപാടുമായി മുന്നോട്ടു പോകും എന്ന് പറഞ്ഞത് കണ്ടതാണ്. എന്തായാലും ഈ ഘടകകക്ഷികളുടെ എതിർപ്പെല്ലാം മറികടന്നുകൊണ്ട് CPM ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ MV ഗോവിന്ദൻ അവിടെ പറഞ്ഞു വെക്കുന്നത് സർക്കാർ തീരുമാനമാണ്, അതുകൊണ്ട് സർക്കാർ തീരുമാനം മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ്. എന്തായാലും ഈ ഘടകകക്ഷികളുടെ എതിർപ്പ് അവഗണിച്ചും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം CPM-നെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അങ്ങനെ തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ച ചില വാക്കുകളുണ്ട്. ഇപ്പോൾ RJD അല്ല ആര് പറഞ്ഞാലും ബ്രൂവറിയിൽ തീരുമാനം അത് സർക്കാരിൻ്റെതാണ്, ആ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചകളൊക്കെ ചെയ്യും, പക്ഷേ ഒരു കാരണവശാലും ബ്രൂവറി പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യവും MV ഗോവിന്ദൻ ഒരു സംശയത്തിനിടയില്ലാത്ത വിധം അത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോഴും ഈ RJD അല്ല ആര് പറഞ്ഞാലും കാര്യമില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ ചെറുകക്ഷി കളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടതില്ല എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മർദ്ദ തന്ത്രങ്ങളെ കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ള CPM-ന്റെ നിലപാട് കൂടിയാണ് അതിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും 19-നാണ് LDF യോഗം ചേരുന്നത്. അതിന് മുൻപ് തന്നെ മുന്നണിയിൽ ഈ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ കൂടുതൽ മൂർച്ഛിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടി വരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട CPM വലിയ പ്രതിരോധത്തിലാണ്. CPM-നെ പ്രതിരോധത്തിലാക്കുന്നത് ഒന്ന് പ്രതിപക്ഷമാണെങ്കിൽ രണ്ടാമത്തത് അത് മുന്നണിക്കുള്ളിൽ തന്നെയുള്ള പാർട്ടികളാണ്. പ്രത്യേകിച്ച് CPI-യും RJD-യും JDS പോലെയുള്ള സംഘടനകൾ ബ്രൂവറി വിഷയത്തിൽ കർശനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. CPI ഈ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എതിർപ്പിലേക്ക് അവർ പോകുന്നു. RJD ഈ വിഷയം എന്തുകൊണ്ട് LDF ചർച്ച ചെയ്തില്ല എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. JDS ആകട്ടെ ഇത്തരമൊരു തീരുമാനം വന്നിട്ട് അത് അറിയിക്കാത്ത മന്ത്രിയെ, പാർട്ടി അറിയിക്കാത്ത മന്ത്രിയെ പുറത്താക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. RJD-യുടെയൊക്കെ ജില്ലാ ഘടകങ്ങൾ പോലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ രീതിയിൽ ഭരണകക്ഷിയിലെ ഘടകകക്ഷികൾ തന്നെ ഈ പറയുന്ന രീതിയിൽ ബ്രൂവറി തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നതോടുകൂടി പ്രതിപക്ഷവും അത് ആയുധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സർക്കാരിനെ പൂർണ്ണമായും പ്രതിപക്ഷത്തെക്കാളും പ്രതിരോധത്തിലാക്കിയത് LDF-ലെ തന്നെ ഘടകകക്ഷികളുടെ നിലപാടുകളാണെന്ന് പറയാം. ഇതിൽ CPM-ന് വലിയ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് ഈ ചെറു പാർട്ടികളൊക്കെ CPM-നെ ഈ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുകയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് CPM-ന്റെ ഉള്ളിലുണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല. ഇനി ബ്രൂവറി വിഷയത്തിൽ ആരെങ്കിലും മുന്നണി വിടുന്നുണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു സമീപനവും CPM-നുള്ളിൽ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായവും ശക്തമാകുന്നുണ്ട്. ഈ അഭിപ്രായത്തിൻ്റെ ഒരു പ്രകടനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശങ്ങൾ എന്നുള്ളത്. കാരണം ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികൾക്ക് വലിയ എതിർപ്പുള്ളൊരു സാഹചര്യമൊക്കെ പുറത്തു വന്നപ്പോൾ ഒന്ന് മയപ്പെടുത്തുന്ന സമീപനമായിരുന്നു LDF കൺവീനറായ
ആയിട്ടുള്ള ടി.പി. രാമകൃഷ്ണൻ സ്വീകരിച്ചത്. പക്ഷേ എം.വി. ഗോവിന്ദനാകട്ടെ കുറച്ചുകൂടി പരുഷമായ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ പറയുന്ന അഭിപ്രായങ്ങളെയൊന്നും വകവെക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഷയിൽ വ്യക്തമായിരുന്നു. അതേസമയം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നിലവിൽ RJDയും JDSഉം CPIയും ഒക്കെ കരുതുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. കാരണം സർക്കാർ എടുക്കുന്ന തെറ്റായ നയ തീരുമാനങ്ങളെ അത് അങ്ങനെ അങ്ങ് അംഗീകരിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ഈ പാർട്ടികളിലെ നേതാക്കന്മാരൊക്കെ പ്രധാന നേതാക്കന്മാരൊക്കെ വെച്ചു പുലർത്തുന്ന ഒരു ആശയം. കാരണം ഇത് ഈ സംഘടനകളുടെയൊക്കെ കീഴ്ഘടകങ്ങളിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദം നേതാക്കൾക്ക് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതോടൊപ്പം ഈ അടുത്ത് ഏറ്റവും പുതിയതായി ഘടകകക്ഷികൾ എതിർപ്പുയർത്തിയ സ്വകാര്യ സർവകലാശാലയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായി CPM മുന്നോട്ട് പോകുമ്പോൾ മുന്നണിയിൽ കൃത്യമായി ചർച്ച ചെയ്തത് നടപ്പിലാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങ് വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. കാരണം താഴെ തട്ടിൽ തങ്ങൾക്കും പ്രവർത്തകരുണ്ട്, അവർ ജനങ്ങളുമായി ഇടപഴകുന്നവരാണ്, അവർക്കും ഈ വിഷയങ്ങളൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്നുണ്ട്. തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ വിവാദമാകുന്ന നയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതൊന്നും മുൻകൂട്ടി അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം പാർട്ടികൾക്കുണ്ട്, ഈ പറയുന്ന ഘടകകക്ഷികൾക്കുണ്ട്. തങ്ങൾ ചെറിയ പാർട്ടികളാണെങ്കിലും തങ്ങൾക്കും അത്യാവശ്യത്തിന് വോട്ട് ബാങ്കും ഒക്കെ ഉള്ളവരാണ് എന്നുള്ള സമീപനം അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു അവസാന തീരുമാനം അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് 19 ചേരുന്ന LDF യോഗത്തിലാണ്. ഈ LDF യോഗത്തിൽ ഘടകകക്ഷികൾ ഇതേ ചൂടോടുകൂടി അല്ലെങ്കിൽ ഇതേ വാശിയോടുകൂടി വിഷയങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയും CPM ഒക്കെ കുറച്ച് വിയർക്കും. അതേസമയം ഈ പറയുന്ന ഈ കക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നില്ല എന്നുള്ളൊരു സമീപനമാണ് CPM സ്വീകരിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ ഈ ഇടതുമുന്നണി യോഗത്തിൽ തന്നെ ഒരു പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു പക്ഷേ ചില കക്ഷികളെങ്കിലും ഇടതുമുന്നണി വിട്ടുപോകുന്ന സാഹചര്യവും ഒരു പക്ഷേ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതെ, ശരി പ്രജിത്ത്. എന്തായാലും മുന്നണി മര്യാദ എന്നൊന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇടതുമുന്നണി പോകേണ്ടത്. അവിടെ CPM ആധിപത്യം കാണിക്കുന്നു. ആധിപത്യം മാത്രമല്ല, ഒരല്പം ധാർഷ്ട്യ മനോഭാവം കൂടി ഈ ബ്രൂവറി വിഷയത്തിൽ വച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദന്റെ വാക്കുകളിലൂടെ വ്യക്തമായത്. എന്തായാലും രോഹിണി, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷ്യ പദാർത്ഥം കൂടിയാണ് ബിരിയാണി. പക്ഷെ നമ്മളിപ്പോൾ ബിരിയാണി എന്നല്ല അതിനെ ബിർണാണി എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് നമ്മളിലേക്ക് വാക്ക് ഏറ്റെടുക്കാൻ തയ്യാറാക്കിയ ഒരു മിടുക്കനുണ്ട്. അംഗനവാടികളിൽ ബിരിയാണി വിളമ്പണമെന്ന ആവശ്യമുന്നയിച്ച കുഞ്ഞ് ശംഖുവിൻ്റെ ഒറ്റയാൾ പോരാട്ടം ഫലം കണ്ടു തുടങ്ങി. കോട്ടയം പനച്ചിക്കാട് മുട്ടുച്ചിറ അംഗനവാടിയിൽ ബിരിയാണി വിളമ്പുകയാണ്. ഇനി എല്ലാ മാസവും ഒരു ദിവസം കുട്ടികൾക്ക് അവിടെ ബിരിയാണി കഴിക്കാം. ആ ബിരിയാണി വിപ്ലവത്തിൻ്റെ കാഴ്ചകൾ കാണാം. വിപ്ലവങ്ങൾ തുടങ്ങുന്നത് കലാലയങ്ങളിലാണ് എന്നൊരു മഹത്വചനമുണ്ട്. പക്ഷേ അങ്കണവാടികളിലും ഇപ്പോൾ വിപ്ലവം നടക്കുകയാണ്. ബിരിയാണി വിപ്ലവം. കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിലെ മുട്ടച്ചിറ അങ്കണവാടിയിൽ ഇന്ന് ബിരിയാണി വിപ്ലവം അരങ്ങേറുന്നു. പതിവില്ലാതെ ബസ്മതി അരിയുടെയും മസാലക്കൂട്ടുകളുടെയും മണം അടിച്ചപ്പോൾ തന്നെ വിരുദ്ധന്മാർക്ക് കാര്യം പിടികിട്ടി. അടുക്കളയിൽ സൂത്രത്തിലെത്തി സംഗതി ഉറപ്പിച്ചു. ഇന്ന് ബിരിയാണി തന്നെ. ഇപ്പോൾ നമ്മൾ 1 കിലോയുടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മെമ്പർ കഴിഞ്ഞ ദിവസം ഇത് ഫോണിൻ്റെ അകത്ത് കണ്ടപ്പോഴേ ഇത് കൊച്ചു പറയാനായിട്ടില്ല. എന്നാലും മെമ്പർ എന്നോട് വിളിച്ച് ഇന്നലെ വിളിച്ച് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ മെമ്പർ തന്നെ സാധനം വാങ്ങിച്ച് കൊണ്ടുവന്നു. വിശേഷങ്ങൾ തിരക്കുന്നതിനിടെ എനിക്കും കിട്ടി ചെറിയ വലിയ സ്നേഹം. അത് നമ്മളെ ശംഖുവിൻ്റെ വീഡിയോ വൈറലായല്ലോ. അപ്പോൾ അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് സാധാരണ ഉപ്പുമാവും കഞ്ഞിയും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ അവരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അംഗനവാടിയിൽ വന്നിരുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ വീട്ടിൽ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്ന് കൊടുത്തു നോക്കാം എന്ന് ടീച്ചറുമായിട്ട് ആലോചിച്ചു. അപ്പോൾ ടീച്ചർ സന്തോഷം പറഞ്ഞു. അങ്ങനെയാണ് തുടർന്ന് എല്ലാ മാസവും ഓരോ ദിവസം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കണമെന്ന് വിചാരിക്കും. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. ഇങ്ങനെ പിള്ളേർക്ക് ബിരിയാണി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ ഹാപ്പിയായിരുന്നു.
A for B for ഇപ്പോൾ അതാണ് പുതിയ അക്ഷരമാല ക്രമം. A for ആപ്പിൾ, B for ബിരിയാണി. ക്യാമറമാൻ ഹരീഷിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, കോട്ടയം. എന്തായാലും മിഥുന് ബിരിയാണി കിട്ടി, ഇനി നമുക്കെന്നാണ് ബിർണാണി എന്നുള്ളൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. നമുക്കിനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. രാജ്യം, രാജ്യാന്തരം. തെക്ക് കിഴക്കൻ അലസ്ക നഗരമായ നോം നഗരത്തിൽ വിമാനം തകർന്ന് 10 പേർ മരിച്ചു. പൈലറ്റ് ഉൾപ്പെടെ 10 പേരാണ് മരിച്ചത്. സെസ്ന ഗ്രാൻഡ് കാരവൻ വിമാനമാണ് തകർന്നത്. സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. യന്ത്ര തകരാറാണ് വിമാനം തകരാൻ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, അലാസ്കയിൽ ഈ വിമാനാപകടത്തിൽ യാത്രക്കാരായ മുഴുവൻ പേരും പൈലറ്റും കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സെസ്ന ഗ്രാൻഡ് വിമാനം, അതായത് ചെറു വിമാനം, 10 യാത്ര ചെയ്യാവുന്ന ഒരു വിമാനമാണ്. ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചത്. ഇവർ അവിടെ ഉക്ലീൻ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് മറ്റു ജോലികൾക്കായി, പ്ലംബിംഗ് ജോലികൾക്കായി പോയ പ്രവർത്തകരായിരുന്നു, ജോലിക്കാരായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരിൽ 10 പേരും, അതിൽ 3 പേർ പ്ലംബിംഗ് ജോലിക്കാരും മറ്റ് ഉള്ളവർ അതിനനുബന്ധമായി ജോലി ചെയ്യുന്നവരുമായിരുന്നു. ഇവർ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടുകൂടി വിമാനം നിയന്ത്രണം വിട്ട് താഴാനും അത് പരിധിയിൽ വിട്ട് താഴോട്ട് പോകാനും ഗതിവേഗം കുറയാനും സാധ്യതയുണ്ടായി. ഇതിനെ തുടർന്നാണ് അപകടമുണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 10 പേരും കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മരണ കാരണം അപകടത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അധികം താമസിയാതെ അപകട കാരണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രോഹിണി. ശരി ഐസൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ പ്രതിനിധികളെ ദോഹയിലേക്ക് അയക്കാൻ ഇസ്രായേൽ ഇന്നലെ 3 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. ഇതിൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. അതേസമയം ബന്ദികളെ ക്രൂരമായി പീഡിപ്പിച്ച ഹമാസിനെതിരെ കർശന നിലപാട് വേണമെന്നാവശ്യപ്പെട്ട് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് ഇസ്രായേൽ കത്തയച്ചു. ഹമാസ് കസ്റ്റഡിയിൽ കഴിയുന്ന 73 ബന്ദികളെ ഉപാധികളില്ലാതെ മോചിപ്പിക്കണമെന്നും ആവശ്യം. ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, ആന്റോണിയോ ഗുട്ടറസിന് ഇന്നലെ ഇസ്രായേൽ കത്തയച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ ബന്ദികളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് എന്നുള്ളൊരു വിവരം കൂടി ഇസ്രായേൽ കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ ഇസ്രായേലിന്റെ തീരുമാനം അല്ലെങ്കിൽ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദേവിക, ശക്തമായൊരു നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേലിന്റെ UN-ലെ അംബാസഡർ കൂടിയായ ഡാനി ടാനനാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കൃത്യമായ ഒരു കത്ത് തന്നെ, അതായത് നമുക്ക് പൊളിറ്റിഷ്യനിൽ കാണുന്ന കത്ത് തന്നെ നൽകുകയും ചെയ്തത്. ഈ കത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, അന്റോണിയോ ഗുട്ടറസ് ഇത്തരത്തിൽ ബന്ദികളെ ക്രൂരമായി പീഡിപ്പിച്ച നടപടിയെ ശക്തമായി, അതായത് മറ്റു ഉപാധികളില്ലാതെ അതിനെ ശക്തമായി അപലപിക്കണം എന്നൊരാവശ്യമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി 21ഓളം ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ആ മോചിപ്പിച്ച ബന്ദികളിൽ പലരും ഇക്കഴിഞ്ഞ ദിവസം ബന്ധിപ്പിച്ച 3 ബന്ദികളും അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൻതോതിൽ അവർ ഇത്തരത്തിൽ ടണലുകളിൽ കഴിയുന്ന വേളയിൽ പീഡനം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ശക്തമായ ഉപദ്രവം അവിടെ സഹിച്ചിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, തണുപ്പ് നിറഞ്ഞ പ്രദേശത്ത് ഈ മണ്ണിനടിയിലുള്ള ഗുഹ പോലുള്ള സംവിധാനത്തിൽ ചെരുപ്പിടാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് കൃത്യമായ ഭക്ഷണമോ അടിസ്ഥാന സൗകര്യങ്ങളോ ലഭ്യമാകാത്തതിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാണാനുണ്ട്. വളരെ മെലിഞ്ഞ് ശോഷിച്ചു പോയ ഒരവസ്ഥയിലാണ് ബന്ദികൾ എല്ലാവരും, ഇന്നലെ മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ എല്ലാവരും ഉള്ളത്. അതെല്ലാം തന്നെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുടെ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇസ്രായേലിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വൈകുന്നേരത്തോടെ ഇസ്രായേലിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കൻ സന്ദർശനത്തിനാണ്. ദീർഘമായ ഒരു അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം എത്തിയതിന് ശേഷമായിരിക്കും
ഈ തുടർ നടപടികൾ, അതായത് ബന്ദികളുടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുക. നേരത്തെ നമുക്കറിയാവുന്നതാണ്, രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നടത്തൂ എന്നായിരുന്നു തീരുമാനം. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വേണ്ടി പ്രതിനിധികളെ ദോഹയിലേക്ക്, ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നത് ഖത്തറിലെ ദോഹയിലാണ്, അവിടേക്ക് അയക്കാനുള്ള ഒരു തീരുമാനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇനി ആ തീരുമാനത്തിന്റെ ഒരു അന്തിമമായ രൂപം നൽകേണ്ടതിന് ഇന്ന് സെക്യൂരിറ്റി ക്യാബിനറ്റ്, സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേരേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് സുരക്ഷാ ക്യാബിനറ്റ് ഈ തീരുമാനത്തെ, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നതോടെ തുടർ ചർച്ചകളിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, അത് രണ്ട് സാഹചര്യങ്ങളാണ് ഒരേപോലെ ഗൗരവമുള്ള വിഷയങ്ങളായി നിലനിൽക്കുന്നത്. ബന്ദികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നവർക്കെതിരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തു നിന്ന് പോലും ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന പരാതി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാത്രമല്ല, വെടിനിർത്തൽ ധാരണ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കാനും തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ കൃത്യമായി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആയുധം നൽകുന്നതിനുൾപ്പെടെയുള്ള ധാരണ ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. വൻതോതിലുള്ള 7400 കോടി ഡോളറിന്റെ വലിയ ഒരു ഇടപാടാണ് നടക്കാനിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഇടപെടൽ ശക്തമായി ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും. ദേവിക. ശരി, അന്താരാഷ്ട്ര റിപ്പോർട്ടുകളുമായി ചേർന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ്. പഠനത്തോടൊപ്പം കൃഷി അറിവും ഫലവത്തായി ഉപയോഗിച്ച് പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവെടുത്തിരിക്കുകയാണ് കണ്ണൂർ പയ്യന്നൂരിലെ പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂൾ വിദ്യാർത്ഥികൾ. പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം മണ്ണിനെ തൊട്ടറിഞ്ഞാണ് കുട്ടി കർഷകർ 25 സെന്റോളം സ്ഥലത്ത് കൃഷി ഇറക്കി മികച്ച വിളവ് ഉണ്ടാക്കിയെടുത്തത്. പഠനത്തോടൊപ്പം കൃഷിയെയും നാം ചേർത്തു പിടിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് 25 സെന്റോളം സ്ഥലത്താണ് വിദ്യാർത്ഥികളുടെ കൃഷിത്തോട്ടം. വെള്ളരി, വഴുതന, വെണ്ട, തക്കാളി തുടങ്ങി എല്ലാത്തരം പച്ചക്കറികളും ഇവരുടെ കൃഷിത്തോട്ടത്തിൽ സുലഭമാണ്. പഠനത്തെ ഒട്ടും ബാധിക്കാത്ത വിധത്തിലാണ് കുട്ടി കർഷകരുടെ കൃഷി പരിപാലനം. ഞങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഞങ്ങളെ നയിച്ച നമ്മുടെ PTA പ്രസിഡന്റാണ്. അദ്ദേഹവും ഞങ്ങളും കൂടി നല്ലോണം അധ്വാനിച്ച് ഈ സ്കൂളിന് വേണ്ടിയുള്ള ഞരമ്പൻ, കൈപ്പക്ക, വെള്ളരി തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഈ പൂക്കളും കായ്കളും പൂത്തു തുടങ്ങി. ഈ കൃഷി ചെയ്യാൻ ഞങ്ങളെടുത്ത സമയം സ്കൂൾ കഴിഞ്ഞ പാട് ആ സമയം തൊട്ട് 6 മണി വരെ ഞങ്ങൾ ഈ കൃഷി ചെയ്തിരുന്നു. കുഞ്ഞു കർഷകർക്ക് പ്രോത്സാഹനവും മാർഗനിർദ്ദേശങ്ങളുമായി അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പമുണ്ട്. പയ്യന്നൂർ സെന്റ് മേരീസ് UP സ്കൂളിൽ വളരെ വിസ്തൃതമായ ഒരു സ്ഥലത്ത് നമ്മൾക്ക് ഒരു കൃഷി ഇറക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. PTA MPTAയുടെ നേതൃത്വത്തിൽ ഇവിടെ വിവിധങ്ങളായ പച്ചക്കറികൾ വച്ചു പിടിപ്പിക്കുകയും കുട്ടികൾക്ക് ഇത് കണ്ട് കേട്ട് തൊട്ടറിഞ്ഞ് അവരുടെ പാഠഭാഗങ്ങളുമായിട്ട് പഠിക്കുവാനുള്ള ഒരു അവസരം അവരൊരുക്കി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വിഷരഹിതമായ ഭക്ഷണം ലഭിക്കുക എന്നുള്ളതും അവർക്ക് കൊടുക്കുക എന്നുള്ളതും PTA-കാരുടെ ഒരു ലക്ഷ്യമായിരുന്നു. അതവർ സഫലീകരിച്ചു എന്നുള്ളത് സന്തോഷം തന്നെ. കുഞ്ഞുങ്ങൾ ഈ കൃഷിഭൂമിയിൽ ഈ ഒരു നാളുകളിൽ കുട്ടികൾക്ക് എന്താണ് കൃഷിയെന്നോ അല്ലെങ്കിൽ ഓരോ കൃഷി വളരുന്നതിനെക്കുറിച്ചോ കർഷകരുടെ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ അറിയാൻ മേലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഭവമായിട്ട് മാറി എന്നുള്ളതാണ്. മഹാസംരംഭം തന്നെ പറയാം. ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ആദ്യഘട്ട പച്ചക്കറി നടിയൽ ഉദ്ഘാടനം നടന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പയ്യന്നൂർ കൃഷി ഓഫീസർ സീന മേഡമായിരുന്നു നമ്മുടെ ആ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറ, ഈ കുട്ടികൾക്ക് ഏകദേശം 1500ഓളം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഒരു നേരമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറി നൽകിക്കൊണ്ട് ഒരു നേരം ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് നൽകാൻ പറ്റണമെന്നൊരു സദുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി ആരംഭിച്ചത്. വളരെ ഭംഗിയായി തന്നെ നമ്മൾ ആ പരിപാടി വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കേറെ പിന്തുണ നമ്മളെ PTA-യുടെയും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ അധ്യാപകരുടെ ഭാഗത്തുനിന്നൊക്കെ വളരെ സജീവമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ അധ്വാനത്തിലൂടെ മികച്ച വിളവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഏവരുടെയും മനസ്സും നിറയുകയാണ്. ജനം, കണ്ണൂർ.
നിർധനരായ രോഗികൾക്കുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയോട് ബജറ്റിലും സർക്കാർ അവഗണന കാട്ടിയതോടെ പദ്ധതിയുടെ മുന്നോട്ട് പോക്ക് അവതാളത്തിൽ. 1800 കോടി കുടിശ്ശിക ഉണ്ടെന്നിരിക്കെ 700 കോടി മാത്രമാണ് വകയിരുത്തിയത്. പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാൻ ഒരുങ്ങി എംപാനൽ ചെയ്ത ആശുപത്രികൾ. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ബജറ്റിലാകട്ടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ല എന്നുള്ള പരാതികളും ആക്ഷേപങ്ങളും നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയോട് പോലും ഒരു അവഗണന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഇതൊരു പരാജയമായി മാറുമ്പോൾ എംപാനൽ ചെയ്ത ആശുപത്രികൾ ഇതിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യവും കൂടെ ഉണ്ടല്ലോ പൂർണ്ണമായി. ഇത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയല്ലേ? തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരുണ്യ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികളാണ് ഇപ്പോഴും സംസ്ഥാനത്തുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാരുണ്യ പദ്ധതി ഇടത് സർക്കാർ പല ഘട്ടങ്ങളിലായും കൊട്ടിഘോഷിച്ചുള്ള ഒരു പദ്ധതി തന്നെയാണ്. ഇത്തവണ കാരുണ്യ പദ്ധതിയിൽ മാത്രം സർക്കാരിന് വിവിധ സ്വകാര്യ ആശുപത്രികളിലും ഒപ്പം തന്നെ വിവിധ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും ഉൾപ്പെടെ നൽകാനുള്ളത് ഏകദേശം 500 കോടിയിലധികം രൂപയാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കണക്ക് നോക്കുമ്പോൾ 1800 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ ഈ കാരുണ്യ പദ്ധതിയിൽ വിവിധ സ്വകാര്യ ആശുപത്രികളിലും മറ്റു ഇനത്തിലും രോഗികൾക്ക് സഹായമായി നൽകാനുണ്ട്. ആ ഒരു തുക നിൽക്കെ സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് വെറും 700 കോടി രൂപ മാത്രമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ സാധാരണക്കാരായ നിർധനരായ രോഗികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നിരന്തരമായ ചികിത്സയ്ക്കായി ഈ കാരുണ്യ പദ്ധതിയെ ഇനി വരും ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വകാര്യ മാനേജ്മെന്റ് ആശുപത്രികൾ ഈ കാരുണ്യ പദ്ധതിയുമായി എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രി അധികൃതർ യാതൊരു കാരണവശാലും ഇനി പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്. എടുത്തു പറയേണ്ടത് ഈ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട്. സംസ്ഥാനത്തെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയ തോതിൽ സാധാരണക്കാരായ രോഗികളെ വലയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ മെഡിക്കൽ കോളേജുകളിലും ഏകദേശം 40 കോടിയിലധികം രൂപ ഈ കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാന സർക്കാർ നൽകാനുണ്ട്. ആ വക എങ്ങനെ നൽകും എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒന്നും തന്നെ കൃത്യമായി സർക്കാർ വ്യക്തമാക്കാത്ത സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് സാധാരണക്കാരായ രോഗികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കാരുണ്യ പദ്ധതി നിർത്തലാക്കാൻ ഇടത് സർക്കാർ ശ്രമിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള മാനേജ്മെന്റ്, പ്രത്യേകിച്ച് സ്വകാര്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആ ഒരു നിലപാട് ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നിലവിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ നിലവിലെ സാഹചര്യത്തിൽ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം 1800 കോടിയിലധികം രൂപയാണ് ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാരിന് ബാധ്യതയുള്ളത്. ആ ബാധ്യത തീർക്കാൻ പോലും സർക്കാർ യാതൊരു വിധമായ നടപടിയും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ല. 700 കോടി രൂപ മാത്രം ബഡ്ജറ്റിൽ വിലയിരുത്തുമ്പോൾ പദ്ധതിക്ക് തന്നെ കാരുണ്യ പദ്ധതിക്ക് തന്നെ തുരങ്കം വയ്ക്കുന്ന നടപടിയിലേക്ക് ഇടത് സർക്കാർ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക. ശരി, എന്തായാലും സാധാരണ ജനങ്ങൾക്ക് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, സർക്കാരിൻ്റെ സംസ്ഥാനത്തെ സാമ്പത്തിക പിരിമുറുക്കം എത്രത്തോളം ജനങ്ങളിൽ ആഘാതം ഏൽപ്പിക്കുന്നു എന്നുള്ളതും ഇതിലൂടെ വ്യക്തമാണ്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി പോവാം. പത്തനംതിട്ട തണ്ണിത്തോടിൽ പുഴയിൽ നിലയുറപ്പിച്ച കാട്ടാന തിരികെ കാട് കയറി. അവശനിലയിലായിരുന്നു പിടിയാന. ഒരു ദിവസത്തിലധികം ആന പുഴയിൽ നിലയുറപ്പിച്ചിരുന്നു. പ്രദേശത്ത് നിരീക്ഷണം തുടർന്ന് വനം വകുപ്പ്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കാട്ടാന കാട് കയറിയെങ്കിൽ പോലും ഇപ്പോഴും വനം വകുപ്പ് നിരീക്ഷണം തുടരുന്നുണ്ട്. കാരണം ആന അവശനിലയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ. എന്തായാലും തുടർന്ന് വനം വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? രോഹിണി, വനംവകുപ്പ് നിരീക്ഷണം തുടരുകയാണ്. പ്രദേശത്ത് വിവിധ ഭാഗങ്ങളിലായി വനംവകുപ്പ് വാച്ചർമാർ നിരീക്ഷണം നടത്തുന്നുണ്ട്. ആന കാടിനുള്ളിലേക്ക് പോയി എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരീക്ഷണവും സജ്ജമാണ്. ആനയുടെ അവശനിലയിലായ ആനയുടെ ശരീരത്തിൽ പരിക്കുകളൊന്നുമില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തണ്ണിത്തോട്ടിൽ കല്ലാറ്റിലാണ് വെള്ളിയാഴ്ച രാത്രി ആന പുഴയിൽ ഇറങ്ങി നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് ആന തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയെങ്കിലും എല്ലാം വിഫലമാവുകയായിരുന്നു. സാധാരണ ആനകൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ശരീരത്തിൽ പരിക്കേറ്റ ശേഷം വ്രണമാകുമ്പോൾ ഈച്ചയുടെ ശല്യം
എന്നാൽ ഈ ആനയ്ക്ക് അങ്ങനെ വ്രണങ്ങൾ ഒന്നുമില്ല. പക്ഷേ അവശ നിലയിലാണ് എന്നാണ് വനംവകുപ്പ് നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാനായത്. വയറിന്റെ ഒരു ഭാഗത്ത് വീർത്ത നിലയിലാണ് ആനയുള്ളത് എന്നും വിവരമുണ്ട്. ഇത് എരണ്ടക്കെട്ട് ആകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവശ നിലയിലുള്ള ആന മറ്റ് പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അവശ നിലയിൽ കിടപ്പുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ രാവിലെ മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്തി വരുന്നുണ്ട്. ഇതിനിടയിൽ കാടിനുള്ളിൽ നിന്നും ആനയുടെ ശബ്ദം കേട്ടതാണ് കാടിനുള്ളിലേക്ക് ആന കയറിപ്പോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സഹായകമായത്. 15 വയസ്സ് വരുന്ന പിടിയാനയാണിത്. തണ്ണിത്തോട് കോന്നി പ്രധാന റോഡിനോട് ചേർന്ന് കല്ലാർ ഒഴുകുന്ന പ്രദേശത്താണ് ആറ്റിലിറങ്ങി ഒരു ദിവസത്തോളം വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ള സമയത്ത് ആന പുഴയിൽ നിലയുറപ്പിച്ചത്. വിവരമറിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാരും മറ്റും ഈ ഭാഗത്ത് കൂടുതലായിട്ട് എത്തുകയും അവിടെ നാട്ടുകാരുടെ വലിയ സാന്നിധ്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആനയെ പുഴയിൽ നിന്ന് കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആന പുഴയിൽ തന്നെ ഇന്നലെ രാത്രിയും നിലയുറപ്പിക്കുകയായിരുന്നു. ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയായിരിക്കണം പുലർച്ചയോട് കൂടിയായിരിക്കണം ആന തിരികെ കാട്ടിലേക്ക് കയറിയത് എന്നുള്ള നിഗമനമാണുള്ളത്. എന്തായാലും പ്രദേശത്തും കാടിനോട് ചേർന്നുള്ള വിവിധ പ്രദേശങ്ങളിലും നിരീക്ഷണം ഇപ്പോഴും വനംവകുപ്പ് ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒഴിയാതെ ദുരൂഹത. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കുട്ടിയുടെ അമ്മയെയും അമ്മാവനെയും അറസ്റ്റ് ചെയ്തെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. അതേസമയം സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായ ശ്രീധുവിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇന്നലെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം ഇതിൽ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, അമ്മാവൻ ഹരികുമാർ കുട്ടി കിണറ്റിലേക്ക് ജീവനോടെ എറിഞ്ഞു എന്ന് കുറ്റസമ്മതം നടത്തിയിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. കാരണം അതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഹരികുമാർ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത്, അല്ലെങ്കിൽ അമ്മ ശ്രീധുവിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ, അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ജോത്സ്യൻ്റെ ഇടപെടൽ, അങ്ങനെ നിരവധി ചോദ്യങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന് ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന് ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, ശ്രീധുവിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസിനെത്താൻ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ 2.5 വയസ്സുകാരുടെ കൊലപാതകം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും എന്താണ് ഇതിന് പിന്നിലുണ്ടായ പ്രധാന കാരണം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണം, ഒപ്പം തന്നെ കൊലപാതകം നടത്തിയത് ആര്? ഈ അമ്മാവൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി തന്നെ താനാണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നു. പക്ഷേ മൊഴി നൽകിയതിന് ശേഷം പല ഘട്ടങ്ങളിലായി മൊഴി മാറ്റിപ്പറയുന്ന സാഹചര്യമായിരുന്നു ഈ അമ്മാവൻ നടത്തിയത്. ഈ ഘട്ടം മുതൽ തന്നെ പോലീസിന് സംശയങ്ങൾ വലിയ തോതിൽ ഉയർന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ അമ്മ, 2.5 വയസ്സുകാരിയായ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് കഴിഞ്ഞ ദിവസം വരെ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി കോടതി ഉടനെ തന്നെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകുന്ന പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുന്നേക്ക് സാഹചര്യമുണ്ടായി. പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ ശ്രീധുവിന്റെ ഭാഗത്തു നിന്ന് പോലും കൃത്യമായ ഒരു വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചില്ല. ശ്രീധുവിനെ വെറും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മാത്രമാണ് ഇപ്പോൾ ശ്രീധുവിന് എതിരായ കേസായി നിലനിൽക്കുന്നത്. ആ കേസിലാണ് ശ്രീധുവിനെ കസ്റ്റഡി അപേക്ഷ തീരുന്ന സാഹചര്യത്തിൽ ഇനി കോടതിയിലേക്ക് മാറ്റും. അതിനുശേഷം ഇന്ന് അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും 2.5 വയസ്സുകാരിയുടെ മരണത്തിലെ ദുരൂഹത തുടരുകയാണ്. എന്തിനു വേണ്ടിയിട്ട് കുട്ടിയെ കൊലപ്പെടുത്തി എന്ന ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നു. ഒപ്പം തന്നെ കുട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ശ്രീധുവിന്റെ അമ്മയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഈ അമ്മാവന് അല്ലെങ്കിൽ ഈ സഹോദരന്, കുട്ടിയുടെ അമ്മയായ ശ്രീധുവിന്റെ സഹോദരന് ഉണ്ടായോ എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ പ്രശ്നത്തിൽ നിഴലായി പോലീസിനെതിരെ നിൽക്കുന്നു. പോലീസ് അന്വേഷണം ഏത് തരത്തിൽ മുന്നോട്ട് പോയിട്ടും എന്തിനു വേണ്ടിയാണ് കൊലപാതകം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ശ്രീധുവിനെയും കേന്ദ്രീകരിച്ച് പോലീസ് ഈ കുട്ടി 2.5 വയസ്സായ കുട്ടിയുടെ അമ്മയെ കേന്ദ്രീകരിച്ച്, ശ്രീധുവിനെയും കേന്ദ്രീകരിച്ച് പല ഘട്ടങ്ങളിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടത്തി. നാട്ടുകാരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ, നാട്ടുകാരിൽ നിന്ന് ചോദ്യം ചെയ്യലും മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ഒപ്പം തന്നെ ഒരു ജോത്സ്യനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത്
ചോദ്യം ചെയ്തു. ഇതെല്ലാം നടക്കുമ്പോഴും പോലീസ് പല കോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോഴും കൃത്യമായ നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. എല്ലാ കേസുകളും പോലെ മറ്റൊരു കേസും കൂടി കേരള പോലീസിന്റെ തലയിൽ. അങ്ങനെ കേരള പോലീസ് അത് ഒതുക്കുകയാണോ എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങൾ. കാരണം പ്രധാനമായും ഒതുക്കുകയാണോ എന്ന ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരാനുണ്ടായ പ്രധാന കാരണം എന്തിനു വേണ്ടി കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലീസ് ഇതുവരെയും കൃത്യമായ മറുപടി നൽകുന്നില്ല. ഈ കൊലപാതകത്തിന് പിന്നിലെ പ്രചോദനം അല്ലെങ്കിൽ അതിന് പിന്നിലെ കാരണം എന്ന് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കുന്നില്ല എന്നതാണ് ദുരൂഹത ഏറെ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ ഹരികുമാർ, ഈ അമ്മാവൻ എന്ന് പറയുന്ന വ്യക്തി മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു തരത്തിലേക്കുള്ള നിഗമനത്തിലേക്കൊക്കെ പല ഘട്ടങ്ങളിൽ പോലീസ് എത്തുന്ന സാഹചര്യം. പിന്നീടും അതിൽ പോലീസ് വ്യക്തത വരുത്തുന്നില്ല. ഇയാൾ ആദ്യം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസന്വേഷണം തുടരുമ്പോഴും എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത നടത്തിയത് എന്ന് സംബന്ധിച്ചുള്ള ചോദ്യം മുൾമുനയായി അവിടെ തന്നെ ഉയരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദുരൂഹത ഈ വിഷയത്തിൽ ഇപ്പോഴും കെട്ടടങ്ങാതെ നിലനിൽക്കുന്നത്. ദേവിക. ശരി, എന്തായാലും ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാനസികാരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യലും മറ്റും നടക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടൊരു ലക്ഷ്യത്തിലേക്ക് പോലീസ് എത്തുന്നില്ല എന്നത് ഇപ്പോഴും ഒരു ചോദ്യം തന്നെയാണ്. പ്രമാദമായ കേസുകളിൽ പോലും തുമ്പുകൾ ഉണ്ടാക്കുന്ന പോലീസിന് ഇതിൽ കഴിയുന്നില്ല. ഇതിന് മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വലിയ ലോബികളുണ്ടോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരികയാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. സനാതനധർമ്മത്തെ അവഹേളിച്ച് CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യോഗക്ഷേമ സഭ. MV ഗോവിന്ദന് സനാതനധർമ്മത്തെക്കുറിച്ചും ബ്രാഹ്മണരെക്കുറിച്ചും അറിയാത്തതുകൊണ്ടാണ് ഇത്തരം പരാമർശം നടത്തുന്നതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട്. സനാതനധർമ്മത്തെക്കുറിച്ച് അറിയാമെന്ന് സംശയം, അല്ലെങ്കിൽ അറിയില്ലെന്ന് നടിക്കുന്നു. രണ്ടാമത് ബ്രാഹ്മണരെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ ഒരു കളിയുടെ ഭാഗമായിട്ട് മറ്റ് പല ജാതിമത അവരോട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫൗൾ പ്ലേ ആയിട്ട് എനിക്കതിനെ കാണാൻ കഴിഞ്ഞു. അല്ലാണ്ട് ഇദ്ദേഹത്തിന് ശരിക്കും പറയാൻ അറിയാൻ വയ്യ എന്നൊന്ന് വിശ്വസിക്കാൻ വയ്യ. പിന്നെ വേറെ എന്നുള്ളത് ഈ ബ്രാഹ്മണരോടുള്ള എന്തോ ഒരു അപകർഷതാബോധമോ എന്തെങ്കിലും ഒരു പുച്ഛമോ ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിജേഷ് കരുണാകരൻ ചേരുന്നു. ജിജേഷ്, MV ഗോവിന്ദന്റെ സനാതനധർമ്മത്തെ അവഹേളിച്ചുള്ള പരാമർശം ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയതാണ്. തികച്ചും അവഹേളനപരമായ പരാമർശമാണ് MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. യോഗക്ഷേമ സഭാ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് അതിൽ കൃത്യമായൊരു നിലപാടും പറയുന്നുണ്ട്. തീർച്ചയായും CPMന്റെ ഒരു പൊതു നിലപാട് എന്ന് പറയുന്നത് തുടർച്ചയായി അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ തുടർച്ചയായി അവഹേളിക്കുക, അധിക്ഷേപിക്കുക എന്ന് തന്നെയാണ്. അത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും മറ്റ് CPMന്റെ നേതാക്കൾ ആണെങ്കിലും എല്ലാം തന്നെ കാലങ്ങളായി ചെയ്തു പോരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, വേദികളിലെല്ലാം തന്നെ സനാതന ധർമ്മത്തെ അവഹേളിച്ച് സംസാരിക്കുക, ഇകഴ്ത്തി കാണിക്കുക എന്നത് ആണ്. അത്തരം ഒരു ഘട്ടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ പോലും അതിനെ മുഖവിലക്കെടുക്കാൻ CPM തയ്യാറാകാറില്ല, CPM നേതാക്കൾ തയ്യാറാകാറില്ല. ഇവിടെയും അത് തന്നെയാണ്. യോഗക്ഷേമ സഭ ശക്തമായി തന്നെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് ബ്രാഹ്മണ സമൂഹത്തെ മാത്രമല്ല ഹൈന്ദവ സമൂഹത്തെ ആകെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണങ്ങളും പ്രസംഗങ്ങളുമാണ് ഈ ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം ശിവഗിരിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ അത് വലിയ തോതിൽ വിവാദങ്ങളായതിനു ശേഷമാണ് MV ഗോവിന്ദൻ ഇത്തരത്തിൽ സനാതന ധർമ്മത്തെ അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയത്. ഇതിൽ വലിയൊരു പ്രതിഷേധം നടത്തുന്നു. അതിൽ മാപ്പ് പറഞ്ഞ് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് യോഗക്ഷേമ സഭയടക്കം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമാണ്. കാരണം എല്ലാ കാലത്തും CPMനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ് CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഹിന്ദു സമൂഹത്തെയും സനാതന ധർമ്മത്തെയും എല്ലാം മോശമായി ചിത്രീകരിക്കുമ്പോൾ മറുഭാഗത്ത് നിന്നുള്ള പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം എല്ലാം തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് MV ഗോവിന്ദൻ വിവാദ പ്രസ്താവനകൾ ആവർത്തിക്കുന്നത്.
ചെയ്തതും ഏറ്റവും ഒടുവിൽ സനാതന ധർമ്മത്തിനെ മോശമാക്കിക്കൊണ്ടുള്ള ഒരു പരാമർശങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തത്. CPM ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു MV ഗോവിന്ദന്റെ ഈ വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. അത് സനാതന ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നവർ ബ്രാഹ്മണരുടെ കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന കാര്യമാണ് അന്ന് MV ഗോവിന്ദൻ പറഞ്ഞത്. അത് ബ്രാഹ്മണ സ്ത്രീകളിലൂടെയല്ല എന്നും പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃത്യമായി തന്നെ ഏറ്റവും മോശം പരാമർശങ്ങൾ, ഏറ്റവും അശ്ലീല ചുവയോടെ സംസാരിച്ചുകൊണ്ടായിരുന്നു MV ഗോവിന്ദന്റെ പ്രസംഗം അന്ന് തന്നെ ഉണ്ടായിരുന്നത്. ആ ഒരു പ്രസംഗത്തിനെതിരെ പാർട്ടി ഇതുവരെ നിലപാടെടുക്കാത്ത ആ ഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് പാർട്ടി സ്വീകരിക്കുമ്പോൾ കേരള സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിലെ വിവിധ സമുദായ സംഘടനകളിൽ നിന്നടക്കം അത് വലിയ പ്രതിഷേധത്തിൽ ഇടയാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് യോഗക്ഷേമ സഭയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകരുത് എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സനാതന ധർമ്മത്തെ അവഹേളിക്കുന്നതൊപ്പം ബ്രാഹ്മണ സമൂഹത്തെയാണ് ഇകഴ്ത്തി കാണിക്കുന്നത് ഇത്തരത്തിൽ MV ഗോവിന്ദൻ എന്നുകൂടി അദ്ദേഹം കിരൺ പട്ടേരിപ്പാട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു വാഹനം വേണമെന്ന് തോന്നിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് പൈസ സമാഹരിക്കും, അല്ലെങ്കിൽ EMI എടുക്കും. അങ്ങനെ കുറേ ചടങ്ങുകൾ ഇതിന് പിന്നാലെയുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട. ഒരു വാഹനം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വന്തമായി ഉണ്ടാക്കാൻ ആർജവമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. സ്വന്തമായി ഒരു വാഹനം വേണം, പിന്നെ ഒന്നും നോക്കിയില്ല, ഒരെണ്ണം അങ്ങ് നിർമ്മിച്ചു. അതും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വാഹനം. പത്തനംതിട്ട കലഞ്ഞൂർ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ P ആദിത്യനാണ് സ്വന്തമായി വാഹനം നിർമ്മിച്ചത്. ഇതാണ് ആദിത്യന്റെ വാഹനം. ആദിത്യൻ സ്വയം നിർമ്മിച്ച വാഹനം. സൗരോർജ്ജമാണ് ഇന്ധനം. കൂടാതെ പെട്രോളിലും വാഹനം പ്രവർത്തിപ്പിക്കാം. അതിനായി സ്കൂട്ടറിന്റെ എഞ്ചിനും ഘടിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ നിർമ്മാണത്തിന് ഇതുവരെ ഏകദേശം 20,000 രൂപ ചിലവായെന്നാണ് ആദിത്യൻ പറയുന്നത്. ഇനി വാഹനത്തിന്റെ കവറിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട്. അത് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം, അവധി ലഭിച്ചതിന് ശേഷം ആ പണികൾ നടത്താമെന്നാണ് ആദിത്യൻ പറയുന്നത്. ആദിത്യന് ഈ വാഹനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ സമയവും എല്ലാവിധ സഹായങ്ങളുമായി 2 വീലർ മെക്കാനിക്കായ അച്ഛൻ പിതാവും ആദിത്യനൊപ്പം ഉണ്ടായിരുന്നു. ആദിത്യൻ, എന്താണ് ഇങ്ങനൊരു വാഹനം നിർമ്മിക്കാൻ പ്രചോദനം? എങ്ങനെയായിരുന്നു നിർമ്മാണം? ചെറുപ്പത്തിലൊരു ആഗ്രഹമായിരുന്നു വണ്ടി ഉണ്ടാക്കണമെന്ന്. അപ്പം എൻ്റെ ടീച്ചറിനോട് ഞാൻ 9ാം ക്ലാസ് സമയത്ത് പറഞ്ഞു. ടീച്ചർ ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പ്ലാനൊക്കെ വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ വരച്ച്. അപ്പോൾ ടീച്ചറിനെ ഇഷ്ടപ്പെട്ട് 2-3 കൂട്ടുകാരും പിന്നെ അച്ഛനെ സഹായിക്കാൻ അച്ഛൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വണ്ടി തയ്യാറാക്കി. സോളാറുണ്ട്, പെട്രോളും ഉണ്ട്. പെട്രോൾ വഴി നമുക്ക് രാവിലെയല്ല രാത്രി കാലങ്ങളിലും മഴക്കാലങ്ങളിലും ഓടിക്കാം. അല്ലാത്തപ്പോൾ ഈ വെയിലുള്ള സമയത്ത് സോളാർ പാനൽ ഈ കൺട്രോളർ വഴി ഈ ബാറ്ററിയിലോട്ട് സ്റ്റോറേജ് ചെയ്യുന്നു. അങ്ങനെ DC AC ആക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഇത്. ഇൻവേർട്ടർ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തത്. എന്നെ സഹായിക്കാൻ 2 ടീച്ചർമാരുണ്ടായിരുന്നു. മീൻ ടീച്ചറും ഗീതാദേവി ടീച്ചറും. അവർക്ക് 2 വലിയ സന്തോഷമായിരുന്നു. വലിയ പടവുകളിലേക്കുള്ള ആദ്യത്തിന്റെ ആദ്യ ചുവടുവെപ്പാണ് ഈ വാഹനം. ആദ്യത്തിന് ആരായിത്തീരണമെന്നാണ് ആഗ്രഹം? ഒരു മെക്കാനിക് എഞ്ചിൻ. ആഗ്രഹം പോലെ തന്നെ നൂതന ആശയങ്ങളിൽ വ്യത്യസ്ത സംഭാവനകൾ നൽകുന്ന നല്ല ഒരു എഞ്ചിനീയറായി ആദിത്യൻ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. ഭൂനികുതി വർധനവിൽ സംസ്ഥാന സർക്കാരിനെതിരെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുന്നു. സർക്കാർ നിലപാട് കർഷക വിരുദ്ധം. സംസ്ഥാന ബജറ്റിൽ മലയോര കർഷകർക്കൊന്നുമില്ലെന്നും തലശ്ശേരി ബിഷപ്പ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, നമുക്കറിയാം സംസ്ഥാന ബജറ്റിൽ കെട്ടിട നികുതി, ഭൂനികുതി ഇവയൊക്കെയാണ് സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ കൂട്ടിയത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളവും കർഷകരെ സംബന്ധിച്ചിടത്തോളവും ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. ഇതിനെതിരെയാണ് മാർ ജോസഫ് പാംപ്ലാനി രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, മലയോര കർഷകർക്കായി ബജറ്റിൽ ഒന്നും തന്നെ നീക്കിയിരിപ്പില്ല എന്നുള്ളതും വ്യക്തമാക്കുന്നു. മറ്റ് നിലപാടുകൾ എപ്രകാരമായിരുന്നു?
രോഹിണി, കത്തോലിക്ക കോൺഗ്രസിന്റെ അതിരൂപത നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംബ്ലാനി ഉന്നയിച്ചത്. സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് സംസ്ഥാന ബജറ്റ് എന്നാണ് അദ്ദേഹം രൂക്ഷ വിമർശനം ഉയർത്തിയത്. ഭൂനികുതി വർധനയ്ക്ക് ശക്തമായ വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാർ കർഷക വിരുദ്ധമാണ്. സംസ്ഥാന ബജറ്റിൽ മലയോര കർഷകർക്ക് ഒന്നുമില്ലെന്നും ആർച്ച് ബിഷപ്പ് രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. നമുക്കറിയാം, ഈ ഭൂനികുതി ഏതാണ്ട് 50% സംസ്ഥാന സർക്കാർ ഈ ഒരു ബജറ്റിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത്തരത്തിൽ നികുതികൾ ഈ തോതിൽ വർദ്ധിപ്പിക്കുന്നത് അത് ജനങ്ങളുടെ കഴുത്തിന് പിടിക്കുന്നതിന് തുല്യമാണ് എന്ന വിമർശനം തന്നെയാണ് മാർ ജോസഫ് പാംബ്ലാനി ഉന്നയിച്ചിരിക്കുന്നത്. ഈ നിലപാട് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല. എന്ത് പ്രശ്നം വന്നാലും സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നതെന്നൊരു സൂചന തന്നെയാണ് അതിന്റെ പ്രസംഗത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ഭൂനികുതി വർധനയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെ ഉയർന്ന പശ്ചാത്തലത്തിൽ ആ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഏത് രീതിയിലായിരിക്കും ഈ ഒരു വിമർശനത്തെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്ന് തന്നെയാണ് എനിക്ക് കണ്ടറിയേണ്ടത്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ഉപേക്ഷിക്കപ്പെട്ട ഒരു ബോഗൻ വില്ല ചെടിയിൽ നിന്ന് ഒരു ബോഗൻ വില്ല നഴ്സറി തന്നെ തുടങ്ങിയ ചേർത്തലയിലെ ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഇനി ചെടികളെ സ്നേഹിക്കാനുള്ള മനസ്സും അത്യാവശ്യം അധ്വാനവും കൈമുതലാക്കിയാണ് കഞ്ഞിക്കുഴി സ്വദേശി ശ്യാമ ബോഗൻ വില്ല ചെടികളുടെ വിൽപ്പനയിലൂടെ തരക്കേടില്ലാത്ത വരുമാനം നേടുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ മാതൃക പിന്തുടരാം. കൊടും വേനലിൽ പല നിറങ്ങളിൽ നിറയെ പൂക്കളുമായി നിൽക്കുന്ന ബോഗൻവില്ല ചെടികൾ ആരുടെയും മനം കവരുന്നതാണ്. എങ്കിലും ചെടികൾ മരമായി മുള്ളുകൾ ശല്യമാകുന്നതോടെ പലരും ഇവ മുറിച്ചു മാറ്റുകയോ പിഴുതു കളയുകയോ ചെയ്യും. ഹൈവേ വികസനത്തിന്റെ ഭാഗമായി 5 വർഷം മുമ്പ് ഭർത്താവ് സിജിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു ബോഗൻവില്ല ചെടിയാണ് ശ്യാമ എന്ന വീട്ടമ്മയെ നഴ്സറി ഉടമയാക്കിയത്. നമുക്കൊരു 3-4 വർഷം മുമ്പ് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഹൈവേ സൈഡിൽ മരങ്ങളും വൃക്ഷങ്ങളും ഈ കടലാസ് ചെടി എല്ലാം പിഴുതെറിയുന്ന എൻ്റെ ശ്രദ്ധപ്പെടുകയുണ്ടായി. അങ്ങനെ ഈ കടലാസ് ചെടി വലിയ തരികൾ ഒരു 40-30 വർഷം പ്രായമുള്ള വലിയ കടലാസ് ചെടികൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു കൗതുകത്തിന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ആ സക്സസ് ആയി. പിന്നീട് തുടർ വർഷങ്ങളിൽ പുതിയ വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി കൂടിയാണ്, ലീഗൽ മെട്രോളജിൻ്റെ സ്റ്റാഫാണ്. അന്നേരം പിന്നീട് വൈഫ് അതൊരു വരുമാന വൈഫ് ഇപ്പം ഗ്രാജുവേറ്റാണ് എങ്കിലും വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് പിന്നെ ഒരു നഴ്സറി ആയിട്ട് വൈഫാണിപ്പോൾ കൂടുതലും കാര്യങ്ങൾ ചെയ്തത്. നാടൻ കടലാസു ചെടികളുടെ തായ്തടികൾ ആദ്യം വേര് പിടിപ്പിച്ചു. പിന്നീട് വ്യത്യസ്ത ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു ചെടിയിൽ പല നിറങ്ങൾ വിരിഞ്ഞു. ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾക്ക് പ്രതിരോധ ശേഷിയും പൂവിടാനുള്ള കഴിവും കൂടുതലാണ്. ഒരു ഫ്ലവറിൽ തന്നെ കളർ ചേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് മഹാറാണി, യഥനം. അതൊക്കെ ലേറ്റസ്റ്റ് വെറൈറ്റികളാണ്. അത് അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ വൈറ്റ് എന്ന് വെച്ചാൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സൺറൈസ് വൈറ്റ് ആണ്. അപ്പോൾ പ്യുവർ വൈറ്റും ആണ്. ഒരുപാട് ദിവസം അതിൻ്റെ പൂക്കൾ നിൽക്കുന്നത്, കാരണം അതിനും ആവശ്യക്കാരേറെയാണ്. ബോഗൺവില്ലകൾക്ക് ആവശ്യക്കാരേറെയുണ്ട്. ഒരു ചെടിയിൽ തന്നെ 5-6 നിറങ്ങളിൽ ഇല പോലുമില്ലാതെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് ആരെയും ആകർഷിക്കും. അത്യാവശ്യം മുതൽ മുടക്കും അതിലേറെ താല്പര്യവുമുണ്ടെങ്കിൽ ആർക്കും ഈ സംരംഭത്തിലേക്ക് കടന്നു വരാമെന്ന് ശ്യാമ പറയുന്നു. അപ്പം എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതെന്താ കുറച്ച് മുതൽ മുടക്കും അതിനേക്കാളേറെ താല്പര്യവും ഉണ്ടെങ്കിൽ, പൂക്കളോട് ഇഷ്ടവും പക്ഷെ താല്പര്യവും ഉണ്ടെങ്കിൽ ആർക്കും ഈ സംരംഭം തുടങ്ങാം എന്നാണ്. അത്യാവശ്യം വരുമാനമുള്ള ഒരു സംരംഭമാണിത്. ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾക്ക് 3000 മുതൽ 30,000 രൂപ വരെയാണ് വില.
നമുക്കറിയാം ദേവിക, മൂന്നാറിൻ്റെ കാഴ്ചകൾ എപ്പോഴും സുന്ദരമാണ് അല്ലേ? അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയും ചെയ്യും. എന്തായാലും മൂന്നാറിൽ ഒരു തവണയെങ്കിലും നമുക്കവിടെ പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ആ മനസ്സിൽ ആ ഓർമ്മകൾ അങ്ങനെ തങ്ങി നിൽക്കും. മൂന്നാറിലെ ആ കാഴ്ചകളും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുമുള്ള യാത്രകളും ഒക്കെ വ്യത്യസ്തമാക്കാൻ നമ്മളെ സഹായിക്കാൻ ഒരാൾ ഒരുങ്ങിയിരിപ്പുണ്ട്. ആരാണെന്നല്ലേ? അത് KSRTCയുടെ ഒരു ഡബിൾ ഡക്കർ ബസ് തന്നെയാണ്. മൂന്നാറിൻ്റെ റോയൽ വ്യൂ എന്ന ഈ ഡബിൾ ഡക്കർ ബസ്സിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മൂന്നാറിന്റെ രാജകീയമായ കാഴ്ചകൾ. ആ രാജകീയ കാഴ്ചകൾ സഞ്ചാരികൾക്ക് ആവോളം ആസ്വദിക്കാൻ ഒരു രാജകീയ വാഹനം. അതാണ് KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തതിനു പിന്നാലെ വാഹനത്തിന്റെ കുതിപ്പ്. പ്രകൃതിയെ ആവോളം ആസ്വദിച്ചുള്ള യാത്ര. ബസ്സിനുള്ളിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കൂടുതൽ വിശാലമായി കാണാമെന്നതാണ് ബസിന്റെ പ്രത്യേകത. മുകൾ വശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്ക് ഡബിൾ ഡക്കർ ബസ് പുത്തൻ ഉണർവ് നൽകുമെന്ന് മന്ത്രി. ഈ ബസ് മൂന്നാറിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതാണ്. മൂന്നാറിന്റെ മനോഹാരിത മറ്റൊരു വ്യൂവിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് റോയൽ വ്യൂ ഉണ്ടാക്കിയത്. പക്ഷെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുവരെ കാണാത്ത ഒരു മൂന്നാർ കാണാനുള്ള അവസരമാണ് ഈ ബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളെല്ലാം കാണുന്നതോടൊപ്പം മറ്റൊരു അനുഭവം കൂടി പകർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് രൂപകൽപ്പന ചെയ്തത്. കാരണം പച്ച പട്ട് വിരിച്ചതുപോലെ വിരിഞ്ഞ് തിളർന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ പോകുന്ന ഒരു കാഴ്ചയുണ്ട്. രാവിലെ മിസ്റ്റുള്ള സമയത്ത് പോവുകയാണെങ്കിൽ ഈ മിസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സാധനം മിസ്റ്റിനകത്തൂടെ പ്ലെയിൻ മേഘങ്ങളുടെ ഇടയിലൂടെ പോകുന്ന പോലെ ഒരു അനുഭൂതി ഉണ്ടാവും. മുകളിലൊക്കെ ഇങ്ങനെ മിസ്റ്റ് മോളിക്കൂടി ഇങ്ങനെ കണ്ണാടിയുടെ മുകളിൽ കൂടെ പോകുന്ന കാണാം. കോട്ടയം മഴയുള്ള സമയത്ത് കാണാൻ അതിമനോഹരമായി മഴത്തുള്ളികൾ ഈ മുകളിലത്തെ ഗ്ലാസ്സിൽ ഇങ്ങനെ വീട് ചെതറുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. ആ കാഴ്ച കണ്ടിട്ട് നിങ്ങൾ പറയുക ഞാൻ പറയുന്നത് വെറുതെയാണോ എന്ന് മനസ്സിലാവും. 200, 400 എന്നിങ്ങനെയാണ് ബസിന്റെ ടിക്കറ്റ് നിരക്ക്. മുകളിലും താഴെയുമായി 48 പേർക്ക് ബസ്സിൽ യാത്ര ചെയ്യാം. മൂന്നാർ മുതൽ പെരിയ കനാൽ വരെ രാവിലെ 7-നും 11:30-ക്കും ഉച്ചകഴിഞ്ഞ് 3:30-ക്കുമാണ് സർവീസ്. ബസിന്റെ സർവീസ് ഇതിനോടകം തന്നെ സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിനിടെ റോയൽ വ്യൂ സർവീസ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാറിലെ ഓൾ ടാക്സി ഡ്രൈവേഴ്സ് രംഗത്തെത്തി. മൂന്നാറിലെ ടാക്സി തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകുമെന്നതായിരുന്നു വാദം. പ്രതിഷേധങ്ങൾ അത്രയും വകവയ്ക്കാതെയാണ് മൂന്നാറിൽ ഡബിൾ ഡെക്കർ ബസിന്റെ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ ബസിന്റെ സർവീസ് ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് KSRTC. ജനം, ഇടുക്കി. മൂന്നാറിന്റെ കാഴ്ചകൾ ഒരു റോയൽ വ്യൂവിലൂടെ തന്നെ നമുക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാനായ ഒരു ആഗ്രഹം തോന്നി പോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക് പോകേണ്ടതുണ്ട്. നഗരത്തിലെ സ്ഥാപനങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി കൊച്ചി കോർപ്പറേഷൻ. കലൂർ സ്റ്റേഡിയം സമുച്ചയത്തിലെ കഫേയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച ഒരാൾ മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കഫേയിലെ അപകടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, ഏത് തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ കടന്നിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നിരവധി സ്ഥാപനങ്ങൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തൽ. അത് ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് സാധാരണ നിലയ്ക്ക് ഇത്തരം പരിശോധനകൾ നടക്കാറ്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കൊച്ചി കോർപ്പറേഷൻ ഈ പരിശോധനയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയം ബിൽഡിങ്ങിലുള്ള ഹോട്ടലിലായിരുന്നു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നത്. സ്റ്റീമർ പൊട്ടിത്തെറിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന വിവിധ വർഷ തൊഴിലാളി മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം വലിയ പരിശോധനകൾ നടന്നു. 4 പേർക്ക് ആ ഒരു അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. കലൂർ സ്റ്റേഡിയം സമുച്ചയത്തിലെ സ്ഥാപനങ്ങളിൽ മാത്രം, ഹോട്ടലുകളിൽ മാത്രം മതിയായ സുരക്ഷാ പരിശോധനകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പല ഭാഗങ്ങളിലും. കാരണം ഗ്യാസ് സിലിണ്ടറുകൾ
വയ്ക്കരുത് എന്ന നിർദ്ദേശം നിരവധി തവണ അവിടെ GCD നൽകിയിരുന്നതാണ്. എന്നാൽ അതിനുശേഷവും ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ, പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിച്ച് തന്നെ അവിടെ പാചകം ചെയ്യുന്നു. പുറത്ത് ആളുകൾ നടക്കുന്ന വഴികളിലടക്കം പാചകവാതക സിലിണ്ടറുകൾ ഘടിപ്പിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞു എന്ന പരാതികൾ നിരവധി തവണ ലഭിക്കുകയും ചെയ്തു. കാരണം ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല കൊച്ചി നഗരത്തിൽ മുഴുവനായുള്ള സ്ഥാപനങ്ങൾ പരിശോധിക്കുമ്പോഴും അവിടെ ആരോഗ്യ വിഭാഗമാണെങ്കിലും റവന്യൂ വിഭാഗമാണെങ്കിലും ഒന്നും തന്നെ യഥാസമയങ്ങളിൽ പരിശോധനകൾ നടത്താറില്ല. ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പലപ്പോഴും ഫയർ NOC ലഭിക്കാത്ത സ്ഥാപനങ്ങൾ പോലും ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടങ്ങളിൽ അപകടമുണ്ടായാൽ, തീപിടുത്തമുണ്ടായാൽ അത് അണയ്ക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒന്നും തന്നെ വലിയ ബിൽഡിങ്ങുകളിൽ പോലും പാലിക്കുന്നില്ല. അത് പരിശോധിച്ച് അതിനെതിരെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഫയർ സേഫ്റ്റി നടപടികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിക്കാനുള്ള ഉദ്യോഗസ്ഥർ അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷൻ യോഗം ചേർന്നു. ആ യോഗത്തിൽ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, കലൂരിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയം ഉയർന്നു വരികയും തുടർന്ന് കൗൺസിലർമാർ അടക്കം പല ഭാഗത്തും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മതിയായ ലൈസൻസുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് കോർപ്പറേഷൻ പരിശോധനയ്ക്ക് ഒരു മുന്നിട്ടിറങ്ങാനുള്ള തീരുമാനമെടുത്തത്. അതുപ്രകാരം റവന്യൂ വിഭാഗങ്ങൾ സംയുക്തമായുള്ള ഒരു പരിശോധനയ്ക്ക്, റവന്യൂ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ സംയുക്തമായുള്ള ഒരു പരിശോധനയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും എറണാകുളത്തെ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകും. ലൈസൻസോ ഫയർ NOC ഇല്ലാതെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന പരാതിയും ആദ്യം ഉന്നയിച്ചത് കൗൺസിലർമാർ തന്നെയാണ്. തങ്ങളുടെ ഡിവിഷനുകളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, അവിടെ കോർപ്പറേഷൻ അധികൃതർ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ല എന്ന കാര്യമായിരുന്നു അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അപകടം നടന്നതിൻ്റെ അവിടെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ആ ഹോട്ടലിൽ എത്രമാത്രം, കഫേയിൽ എത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനായി സയന്റിഫിക് ഓഫീസർ, ബോയിലർ വിഭാഗം, ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഫോറൻസിക് വിഭാഗങ്ങളെല്ലാം തന്നെ അവിടെ പരിശോധന നടത്തിയിരുന്നു. അവരുടെ പരിശോധനാ റിപ്പോർട്ടും അടുത്ത ദിവസങ്ങളിൽ അതാത് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോഴാണ് ഈ ഒരു സ്ഫോടനം നടന്ന ഹോട്ടലിൽ നടന്ന സുരക്ഷാ വീഴ്ച വ്യക്തമാവുകയുള്ളൂ. എന്നാൽ കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മതിയായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയോ ആരോഗ്യ വിഭാഗത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അവിടെ വൃത്തിയുടെ കാര്യത്തിൽ, ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒന്നും തന്നെ പാലിക്കാതെയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെയുള്ള ഒരു പരിശോധനയിലേക്കാണ് നിലവിൽ കൊച്ചി കോർപ്പറേഷൻ കടന്നിരിക്കുന്നത്. ശരി ജിതേഷ്. എന്തായാലും ദേവിക, ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ആകാശ ഉയരങ്ങൾ കീഴടക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ ആഗ്രഹം കൊണ്ട് കീഴടക്കിയ റംസാന വിമാനം പറത്താനൊരുങ്ങുന്നു. ആലുവ കീഴ്മാട് സ്വദേശി ജബ്ബാറിൻ്റെയും മൈമൂനയുടെയും മകൾ റംസാനയ്ക്കാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിച്ചത്. ഒന്നാം വർഷം പഠനം ഉപേക്ഷിച്ചാണ് പൈലറ്റാകാൻ റംസാന സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത്. പ്രതികൂല കാലാവസ്ഥയിലും സാഹചര്യത്തിലും പഠനം മുന്നോട്ട് കൊണ്ടുപോയി. മൾട്ടി എഞ്ചിനടക്കം വിമാനങ്ങൾ 243 മണിക്കൂർ പറത്തി സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ സർട്ടിഫൈഡ് CPL കരസ്ഥമാക്കി. ഇതിനുശേഷമാണ് വിവിധ പരീക്ഷകളിൽ വിജയിച്ച ഇന്ത്യൻ കൊമേഴ്സ് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയത്. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ വാപ്പയാണ്. ഞാൻ ചെറുപ്പകാലം മുതൽ എയർപോർട്ടിലേക്ക് പോവുകയും അതേപോലെ തന്നെ ഫ്ലൈറ്റുകൾ കാണുകയും അതിലേക്ക് കൗതുകം കൂടിയിട്ട് എങ്ങനെയാണ് ഇത് ഫ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു ആകാംക്ഷ വരികയും അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. ഫ്ലൈയിങ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആരോടും പറഞ്ഞത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല. പക്ഷേ ആദ്യത്തെ എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു ഇൻട്രോ ഫ്ലൈറ്റിനാണ് പോയത്. അപ്പൊ നമ്മുടെ ആകാശമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആണത്. അതില് എനിക്ക് ഞങ്ങള് കുറച്ച് ഡാമിന്റെ മുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് ഫ്ലൈ ചെയ്യുകയാണൊക്കെ ചെയ്തത്. പറവൂർ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പൈലറ്റ് ആകണമെന്ന ആഗ്രഹം റംസാന മാതാപിതാക്കളോട് പറയുന്നത്. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് റംസാനയുടെ ആഗ്രഹത്തിനൊപ്പം കുടുംബവും നിന്നു. ഇവളിങ്ങനെ ആഗ്രഹം പറഞ്ഞു +1 പഠിക്കുമ്പോഴാണ് പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള പൈസയൊന്നും നമുക്ക് അത്ര ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചതാണ്. പിന്നെ അവൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്ത് അവിടെ ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ആള് തുടങ്ങിയത്. അപ്പം ഇവിടെ ഭാരത് മാതയിൽ പഠിക്കായിരുന്നു BSc. അപ്പോൾ കൊറോണ ടൈമും കൂടിയായിരുന്നു. ആ ടൈമിലാണ് അവൾ പോയത്. കംപ്ലീറ്റ് ചെയ്തപ്പോൾ സന്തോഷമാണ്. കുറച്ച് ഡിഫിക്കൽറ്റീസ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പൈസ അയച്ചു കൊടുക്കലോ അതും ഇതുമൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആളവിടെ ചെന്നപ്പോൾ കൊറോണ ടൈമും കൂടി ആയപ്പോൾ കുറച്ചും കൂടി ഡിലേ ആവാനുള്ളൊരു ഇതും കൂടി വന്നു. അപ്പം അങ്ങനെ വിജയത്തോടു കൂടി പോകുന്ന ആളിപ്പോൾ
ലൈസൻസ് എടുത്ത് വന്നിട്ട് ഇപ്പോൾ 1 കൊല്ലത്തോളമായി. ഞാനിപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയിട്ട് ഇനി എയർലൈൻസിന്റെ വേക്കൻസി അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ടൈപ്പ് റീഡിംഗ് ചെയ്ത് അതേപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാനായിട്ടാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഇനി ഫ്യൂച്ചർ ഡിസിഷൻ എന്ന് പറയുന്നത്. വിവിധ പരീക്ഷകളിൽ പങ്കെടുത്ത് കഴിഞ്ഞ മാസം അവസാനം ഇന്ത്യൻ രജിസ്ട്രേഷൻ വിമാനം പറത്താനുള്ള ലൈസൻസും റംസാന കരസ്ഥമാക്കി. ഇനി പാസഞ്ചർ വിമാനം പറത്താനുള്ള ചുവടുവെപ്പിലാണ് റംസാന. ജനം, കൊച്ചി. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. അർദ്ധതലങ്ങളൊന്നുമില്ല, ഏറ്റവും അടിത്തട്ടിലെ അംശങ്ങളാണ്. അത് വികാരമായാലും ശരി തന്നെ, പ്രതികാരമായാലും ശരി തന്നെ, അതിൻ്റെ ഏറ്റവും ഉൾക്കാമ്പിലേക്കാണ് MT അദ്ദേഹം ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ജീവിതത്തിന് നിഗൂഢ തലങ്ങളുണ്ടെന്ന് ഉള്ളത് ഒരുപക്ഷെ അന്നത്തെ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് 28 or 29 വയസ്സാണ്. എനിക്ക് പോലും പൂർണ്ണമായിട്ടും ഭാര്യ എന്ന് പറയുന്ന സങ്കല്പത്തിൽ പോലും പൂർണ്ണമായ അറിവില്ല. അപ്പോൾ ഇത് കണ്ട എന്നേക്കാൾ ചെറുപ്പത്തിലുള്ള ചെറുപ്പക്കാർ ഇന്ന് കെട്ടിക്കാൻ പ്രായമുള്ള മക്കളുടെ അച്ഛനമ്മമാരാണ്. അവരുടെ ഒരു ആനന്ദം അവരന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഇത് TV കാണുമ്പോൾ ലാഘവത്തിൽ ഇടയ്ക്കൊരു ചായ കുടിച്ച് ആരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ അവരുമായിട്ട് സംസാരിച്ചിരുന്നത് കണ്ട് ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കുള്ള കരുണ മാത്രമേ ലഭിക്കൂ. ഇതല്ല, എത്രയോ തവണ TV കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ സ്നിപ്പറ്റ് ഷോർട്ട്സോ ഡയലോഗ്സോ സീൻസോ ഒക്കെ കണ്ടു വന്നിട്ടിത് ഒരു പൂർണ്ണകായ പ്രതിമയ്ക്ക് പുതിയ വർണ്ണമല്ല ഭാവം പകർന്നു നൽകി തിയേറ്ററിലെത്തി അവർ ഈ പറയുന്ന നിഗൂഢ തലങ്ങളെല്ലാം ഒന്നുകൂടി കവർന്നെടുക്കുമ്പോൾ കാലഘട്ടം മാറിയിരിക്കുകയാണ്. ഈ കാലഘട്ടമെന്ന് പറയുന്ന സിനിമയായാലും ശരി തന്നെ, സിനിമ ഒരുപക്ഷെ ജീവിതത്തെ ഒരു നേരിന് നേരെ പിടിച്ച കണ്ണാടി എന്ന് പറഞ്ഞ് ആർട്ടായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ജീവിതമേ ഉള്ളൂ ഇന്നത്തെ സിനിമയിൽ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ ജീവിതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട് MT വാസുദേവൻ നായരുടെ വീട്ടിൽ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് കേരള ചിത്രകലാ പരിഷത്ത്. വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കായി സംഘടന സംഘടിപ്പിക്കുന്ന കൂട്ടായ്മയാണ് വരക്കൂട്ടം. തിരുവനന്തപുരം ജില്ലയിലെ 17ാമത്തെ വരക്കൂട്ടം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസിലാണ് നടന്നത്. ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കാൻ കുറച്ച് മനുഷ്യരിറങ്ങിയപ്പോൾ ഒരു കൂട്ടമുണ്ടായി. അവരതിനെ വരക്കൂട്ടം എന്ന് വിളിച്ചു. വർണ്ണങ്ങളും വരകളും മനസ്സിലൊതുക്കി ജീവിച്ചവർ മുതൽ കുരുന്നു പ്രതിഭകൾ വരെ ഇന്ന് കേരള ചിത്രകലാ പരിഷത്തിന്റെ ഭാഗമാണ്. ഇഷ്ടമുള്ളതെല്ലാം വരയ്ക്കാമെന്നതാണ് പരിഷത്തിന്റെ വരക്കൂട്ടത്തിന്റെ പ്രത്യേകത. ഈ പ്രോഗ്രാമിൻ്റെ പേര് വരക്കൂട്ടം എന്നാണ്. ഇതിപ്പം തിരുവനന്തപുരം ജില്ലയുടെ 17ാമത് വരക്കൂട്ടമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രായഭേദമന്യേ ഇവിടെ വരികയും ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും അവരുടെ വരകളെ വികസിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വരക്കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ അമ്മമാരും അതുപോലെ തന്നെ കലയിൽ താല്പര്യമുള്ള കുട്ടികളും മുതിർന്ന ആൾക്കാരും പുരുഷന്മാരും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു. അവരുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വരയ്ക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു തീം ബേസ് ചെയ്തിട്ട് വരയ്ക്കുന്നതല്ല. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസിലായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ 17ാമത്തെ വരക്കൂട്ടം ചേർന്നത്. ചിത്രങ്ങൾ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന അല്ലുമോളടക്കമുള്ളവർ വരക്കൂട്ടത്തിൽ വർണ്ണങ്ങൾ ചാലിച്ചു. അനന്തപുരി ഹിന്ദു മഹാസമ്മേളന വേദിയിലും വരക്കൂട്ടം സംഘടിപ്പിക്കും. ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഗോപാൽജി ഈ ക്യാമ്പ് എന്ന
തുടങ്ങുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഹിന്ദുറോ പരിഷത്തിൻ്റെ ഭാരവാഹികൾ, കേരള ക്ഷേത്ര സംരക്ഷണത്തിൻ്റെ ഭാരവാഹികളൊക്കെ ഇതിനോടൊപ്പം അണിചേരുകയാണ്. ഹിന്ദു സമ്മേളനം നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അവിടെയും ഇവരുമായി സഹകരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ക്യാമ്പ് നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് കേരള ചിത്രകലാ പരിഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എല്ലാ മാസവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരക്കൂട്ടങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നു. ജനം, തിരുവനന്തപുരം. ഹമാസിന് അന്ത്യശാസനം നൽകി US. ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. അതേസമയം രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് ഇസ്രായേൽ പ്രതിനിധികളെ അയക്കും. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഹമാസിനെതിരെ US. ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്നുള്ള കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് ഇസ്രായേൽ പ്രതിനിധികളെ അയക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് അടിയന്തരമായി എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നൊരു നിലപാടാണ് മാർക്കോ റൂബിയോ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായത് പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഇക്കഴിഞ്ഞ ദിവസം മോചിപ്പിച്ച ബന്ദികളുടെ ആരോഗ്യസ്ഥിതി അതീവ ദയനീയമായിരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യവും അതുപോലെ തന്നെ അവർ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന വിവരവുമെല്ലാം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി അധിക കാലം ഇത്തരത്തിൽ ബന്ദികളുടെ മോചനം വൈകിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സമാധാന കരാർ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ തുടർ നടപടികളിലേക്ക് അടിയന്തരമായി നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു നിലപാട് വളരെ കൃത്യമായി ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിനിടെയാണ് നമുക്ക് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ രണ്ടാം ഘട്ടം വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിനിധികളെ ദോഹയിലേക്ക് അയക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ദോഹയിലേക്ക് അയക്കാനുള്ള പ്രതിനിധികളെ തീരുമാനമെടുത്തത് ഇന്ന് നടക്കുന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗം, സുരക്ഷാ ക്യാബിനറ്റിന്റെ ഒരു അംഗീകാരം കൂടി വേണ്ടതുണ്ട്. സുരക്ഷാ ക്യാബിനറ്റ് റാറ്റിഫൈ ചെയ്യുന്നതോടെ ഇത്തരത്തിൽ ബന്ദികളുടെ മോചനം സംബന്ധിച്ചും അതുപോലെ തന്നെ വെടിനിർത്തൽ സംബന്ധിച്ചുമുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്കുള്ള പ്രതിനിധികളെ ദോഹയിലേക്ക് അയക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളും അതുപോലെ തന്നെ ബന്ദികളുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടികളുമെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ബന്ദികൾ കൊടിയ പീഡനമേൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മോചിതരായ 3 ബന്ദികളിൽ 3 പേർക്കും ആ കടുത്ത തണുപ്പിലും അതുപോലെ തന്നെ കടുത്ത ചൂടിലും ചെരുപ്പ് പോലും ഇടാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ടണലുകളിലെ അതിഗൗരവമായ അതിഗംഭീരമായ അല്ലെങ്കിൽ അതിതീവ്രമായ സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിച്ച് കഴിയുന്ന ഒരു പശ്ചാത്തലമാണുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ദികളുടെ മോചനം ഘട്ടം ഘട്ടമായി നടപ്പാക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച ഒരു വിചിന്തനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന്, US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് കർശനമായ ഈ നിലപാടുണ്ടായിരിക്കുന്നത്. ഇതിനിടെ മറ്റൊരു സംഭവവികാസം കൂടി വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് ഇസ്രായേലിലെ UN അംബാസിഡർ, ഐക്യരാഷ്ട്ര സംഘടനയിലെ അംബാസിഡർ കൃത്യമായ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഡാനി ഡാനൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ഈ ഹമാസിന്റെ നീക്കങ്ങളെല്ലാം തന്നെ മറ്റു മുൻവിധികളില്ലാതെ അപലപിക്കണം UN എന്നൊരു നിലപാടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻവിധികളില്ലാതെ UN ഈ കാര്യം അപലപിക്കാത്ത പക്ഷം അത് വലിയ തെറ്റായി മാറുമെന്ന നിലപാട് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ദികളുടെ ദുരന്തങ്ങളും എല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ടാണ് ഈ കത്തയച്ചിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്ക് തന്നെ ഏറെ ഗൗരവമുള്ളതാണ്. 73 ബന്ദികളെ ഗാസയിലെ നരകത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന കൃത്യമായൊരു നിലപാടാണ് ഈ ഡാനി ഡാനന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങാനും ഈ രണ്ടാം ഘട്ടം വെടിനിർത്തൽ നടപ്പാകുന്നതോടെ തന്നെ മുഴുവൻ ബന്ദികളുടെയും മോചനം, നേരത്തെ ഘട്ടം ഘട്ടമായുള്ള മോചനം എന്നതിനപ്പുറം മുഴുവൻ ബന്ദികളുടെയും മോചനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. രോഹിണി. തുടരുക. മറ്റൊരു റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഭീകരൻ അലി ബറാക്കത്ത് കൊല്ലപ്പെട്ടു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണമുണ്ടായി. ബാക്ക താഴ്വരയിലെ ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. വെടിനിർത്തൽ ധാരണ ലംഘിക്കപ്പെട്ടതിനെ തുടർന്നാണ് സൈനിക നടപടി. ഭീകരരുടെ ആയുധ നിർമ്മാണശാലകൾ ഉൾപ്പെടെ തകർത്തു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഐസൻ, നമുക്കറിയാം ഈ അലി ബറാക്കത്ത് എന്ന് പറയുന്നത് ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തിയതിന് പിന്നിലെ മുഖ്യ സൂത്രധാരനാണ്. അയാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും ദേവിക, ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം ഇക്കാര്യത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. താൽക്കാലിക വെടിനിർത്തൽ ഹിസ്ബുള്ളയുമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വീണ്ടും ഹിസ്ബുള്ള ഭീകരർ ഒന്നിക്കുന്ന അല്ലെങ്കിൽ അവർ വീണ്ടും റീഓർഗനൈസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആക്രമണം ഹിസ്ബുള്ളയിലെ ഈ ബക്ക വാലിയിലെല്ലാം തന്നെ, ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബക്ക വാലിയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ധാരണ പ്രകാരം ഈ ഹിസ്ബുള്ളയെ പൂർണ്ണമായും എന്നായിരുന്നു അവിടുത്തെ വ്യവസ്ഥാപിത സർക്കാരിന്റെ നിലപാട്. എന്നാൽ നിരായുധീകരണം പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നില്ല എന്നാണ് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള വലിയ ആയുധ ശേഖരങ്ങൾ നിർമ്മിക്കുകയും ആയുധ ഫാക്ടറികൾ തന്നെ, ആയുധ ഉൽപാദന കേന്ദ്രങ്ങൾ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരുന്നു. വീണ്ടും സ്വാഭാവികമായും ഒരു ആക്രമണം ഏതാണ്ട് ഒരു 10 മണിക്കൂർ മുമ്പാണ് രണ്ടാമത്തെ ആക്രമണം നടന്നതായുള്ള വിവരങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നത്. ഇത് ഭീകര സ്വഭാവമുള്ള സംഘടനകൾ റീഓർഗനൈസ് ചെയ്യുന്നത് തടയുന്നതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് എന്നാണ് വളരെ കൃത്യമായി പറയുന്നത്. അതിനിടെയാണ് ഈ ആക്രമണത്തിലാണ് അലി ബർക്കത്തിന്റെ മരണം സംഭവിച്ചു അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. ഈ നേരത്തെ നമുക്കറിയാവുന്നതാണ്, ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ആക്രമണം, ഡ്രോണുകൾ, ആളില്ല വിമാനങ്ങൾ എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ലെങ്കിലും ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു ഭീകരൻ കൂടിയാണ് ബറക്കത്ത് എന്നുള്ളതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം. അയാളുടെ കൊലപാതകം അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കി എന്നുള്ളത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രതിരോധം സൃഷ്ടിക്കേണ്ട, ഹിസ്ബുള്ളക്കെതിരായ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ച് നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചിലയിടത്തങ്ങൾ എല്ലാം മരണം തന്നെ സംഭവിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നാട്ടിലെ, അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ വീട്ടിലേക്ക് പറന്നു വന്ന ഡ്രോണിന് പിന്നിലും ഇയാളാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സൂക്ഷ്മമായ ആക്രമണങ്ങൾ നടത്താൻ പരിശീലനം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അലി ബറാക്കത്തിന്റെ വധം അനിവാര്യമാണ് എന്നൊരു തിരിച്ചറിവ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള കർശന നടപടി ഇപ്പോൾ ഉണ്ടായത്. ഏതാണ്ട് 12 മണിക്കൂർ മുമ്പ് അലി ബറാക്കത്തിനെ കൊലപ്പെടുത്തി എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ദേവിക. ശരിയായി. കരീബിയൻ കടലിൽ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ്. പ്യൂർട്ടോറിക്കോയ്ക്കും വെർജിൻ ദ്വീപുകൾക്കുമാണ് സുനാമി മുന്നറിയിപ്പ്. റിക്ടർ സ്കെയിലിൽ 7.6 രേഖപ്പെടുത്തിയ ഭൂചലനം കെയ്മൻ ദ്വീപുകൾക്ക് സമീപമാണ് അനുഭവപ്പെട്ടത്. ഹോണ്ടുറാസിന്റെ വടക്കു ഭാഗത്താണ് ഭൂകമ്പമുണ്ടായത്. കടലിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായതെന്ന് ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസസ് അറിയിച്ചു. 2021 ഹെയ്ത്തിയിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭൂകമ്പമാണ് ഇത്. വയനാട്ടിൽ കടുവ പേടി ഒഴിയുന്നില്ല. വയനാട്ടിൽ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. തലപ്പുഴ 44 കാട്ടിയേരിക്കുന്നിൽ വാഴത്തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഒരാഴ്ചയായി തലപ്പുഴ 44-ലും കമ്പിപ്പാലത്തും കടുവയുടെ സാന്നിധ്യം കണ്ടിരുന്നു. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ഈ വയനാട്ടിൽ കടുവ സാന്നിധ്യം വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അതീവ ജാഗ്രത തന്നെയല്ലേ പ്രദേശത്ത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയോ? മറ്റു മാനദണ്ഡങ്ങൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ടോ? അവിടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? നിലവിലത്തെ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ കടുവയുടെ പാടുകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നത്. അതിൽ കൂടുതലായി കണ്ടത് ഇതിനു മുൻപും ഈ പ്രദേശങ്ങളിൽ ഈ കടുവയുടെ പാടുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ വനപാലകർ ഈ സ്ഥലത്ത് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഒരു കാൽപ്പാട് കണ്ടപ്പോൾ തന്നെ നാട്ടുകാർ ഈ വനപാലകർ വിവരം അറിയിച്ചെങ്കിലും ആരും ഇവിടെ എത്തിയില്ല എന്നുള്ള ഒരു പരാതി കൂടി ഈ നാട്ടുകാർക്കുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരാഴ്ചയോളമായി ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് ആ നാട്ടുകാർ പറയുന്നത്. പക്ഷേ നമുക്കൊരിക്കലും ഇതിപ്പോൾ കടുവയാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അത് വനപാലകർ എത്തി വേണം സ്ഥിരീകരിക്കുവാൻ. ഈ കടുവയുടെ കാൽപ്പാടുകൾ അവിടെയുണ്ട്. അത്തരത്തിലൊരു കാൽപ്പാടുകളുണ്ട്. വലിയൊരു കാൽപ്പാടാണ്. അത് കടുവയുടേതാണ് എന്നുള്ളത് തന്നെയാണ് ആ നാട്ടുകാർ പറയുന്നത്. വാഴത്തോട്ടത്തിൽ അടക്കം ഇറങ്ങിച്ചെന്ന രീതിയിലാണ്, അല്ലെങ്കിൽ കർഷകർ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളത് എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ജനവാസ മേഖലയാണ്. തൊട്ടപ്പുറത്ത് തലപ്പുഴ എന്ന് പറയുന്ന ടൗൺ ആണ്, അതായത് കമ്പിപ്പാലത്തിന്റെ തൊട്ടപ്പുറം ടൗൺ ആണ്. ഈ ടൗണിലേക്കൊക്കെ കടുവ ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കമ്പിപ്പാലം തൊട്ടടുത്ത് തന്നെയാണ് ടൗൺ എന്ന് പറയുന്നത്. തൊട്ട് മുകളിൽ വനപ്രദേശമാണ്. ആ വനപ്രദേശത്ത് നിന്നും ആ കടുവ ഇറങ്ങി വരുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ആഴ്ച പിടികൂടിയ കടുവ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും അധികം ദൂരെയല്ല ഇത്, ഏകദേശം 10-15 കിലോമീറ്റർ ഇപ്പുറത്താണ്. അങ്ങനെയാണ്
ആ രീതിയിലാണെങ്കിൽ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറിയിൽ ഉണ്ടായിരുന്ന ഒരു കടുവയായിരിക്കാം ഇത് എന്നുള്ള ഒരു അനുമാനം കൂടി ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്. ആ രീതിയിലാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇനി ഈ കടുവയെ പിടികൂടുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ തങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് പ്രധാനമായും ആ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ കമ്പിപ്പാലം അതുപോലെ തന്നെ കട്ടേരിക്കുന്ന് ഭാഗങ്ങളിലടക്കം ഈ കടുവയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ തലപ്പുഴ ടൗണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏരിയയാണ്. തൊട്ടപ്പുറത്തൊക്കെ ജനവാസ മേഖലകളാണ് ഉള്ളത്. മാനന്തവാടിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാത്രം ദൂരെ മാറിയാണ് ഈ തലപ്പുഴ എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാനന്തവാടി ടൗൺ ഏരിയ ഈ സ്ഥലത്തേക്ക്, അതായത് ടൗണിന്റെ തൊട്ടപ്പുറത്തൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഒരു ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളുണ്ട്. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കടുവ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് ഇത് പോകുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണമെന്നാണ് ആ നാട്ടുകാരുടെ ആവശ്യം. ഫോറസ്റ്റുകാരെ ഇതിനു മുൻപ് കഴിഞ്ഞ ആഴ്ച അടക്കം നിരവധി തവണ അറിയിച്ചെങ്കിലും അവരാരും വന്നു നോക്കിയില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാരുടെ ആക്ഷേപം. അർജുൻ, അതോടൊപ്പം തന്നെ ഓരോ നിമിഷവും ഇങ്ങനെ ഭയന്ന് ജീവിക്കുക എന്ന് പറയുന്നത് എന്തൊരു ദുരവസ്ഥയാണ്. അവിടെ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു അനുഭവമല്ല. പക്ഷേ അവർ എത്ര പ്രതിഷേധിച്ചിട്ടും അവിടെ ഒരു സംവിധാനം കൊണ്ടുവരാൻ അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണല്ലേ. ഈ പ്രദേശവാസികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം വളരെയധികം പ്രതിഷേധങ്ങളിലൂടെ അവർ കടന്നുപോയി. ഇനിയും പ്രതിഷേധിച്ചാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണോ അവർ? തന്നെയാണ് വലിയ ആശങ്കയിൽ തന്നെയാണ് ജനങ്ങൾ ഉള്ളത്. അപ്പോഴും നമ്മൾ പറയുന്നത് ആശങ്കപ്പെടേണ്ട, ഒരു ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. ജനങ്ങളെ പാനിക് ആക്കരുത്, അത്തരത്തിലുള്ള രീതിയിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ജാഗ്രത പാലിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല സമയത്തും പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ വന്നിരുന്നു. അതായത് ഇത്തരത്തിൽ കടുവ പുറത്തേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ ജനവാസ മേഖലകളിലേക്ക് എത്താതിരിക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരും. കാടും നാടും തമ്മിൽ തരംതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ ഒരു മതിലൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാകും എന്നുള്ളതടക്കം ഉറപ്പ് നൽകിയതാണ്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ കടുവ പിടികൂടിയപ്പോൾ ഒരു സ്ത്രീ മരിച്ചപ്പോൾ അടക്കം വനമന്ത്രി അവിടെ വന്ന് വീണ്ടും വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള കടുവകളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുകയില്ല, കടുവകളടക്കം പുറത്തേക്ക് ഇറങ്ങില്ല എന്നുള്ളതടക്കം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഉൾവനത്തിൽ 2 കടുവകൾ ചത്ത നിലയിൽ കണ്ടെത്തുകയും മറ്റൊരു സ്ഥലത്ത് ഒരു കുട്ടിക്കടുവയെ ചത്ത നിലയിൽ മറ്റൊരു സ്ഥലത്ത് കാണുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി കടുവകൾ ഈ വനപ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഉൾവനത്തിൽ മരണപ്പെട്ട കടുവകൾ രണ്ടും പരസ്പരം ഫൈറ്റ് ചെയ്തതിന് ശേഷം മരണപ്പെട്ടതാണ് എന്നുള്ളതാണ് വനപാലകർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കടുവകൾക്ക് കൃത്യമായിട്ടുള്ള ടെറിട്ടറി ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു കടുവയുടെ ടെറിട്ടറി എന്ന് പറയുന്നത് കിലോമീറ്ററുകളുടെ ദൂരമാണ്. പക്ഷേ ആ കിലോമീറ്റർ ദൂരത്തിൽ അടുത്ത് തന്നെ വീണ്ടും മറ്റൊരു കടുവ വരുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ കടുവ എന്ന് പറയുന്നത് ഈ ഒരു വനപ്രദേശത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലധികം കടുവ ഈ വയനാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. അതായത് ഈ ഒരു വനത്തിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ കടുവകൾ ഈ വയനാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഈ പെറ്റുപെരുകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കടുവകൾ കൂടുന്നത് എങ്ങനെ തടയുവാൻ സാധിക്കും? ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ കടുവകളെ മാറ്റുവാൻ സാധിക്കുമോ എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ വനപാലകരടക്കം ഈ കടുവയെ പിടികൂടുന്നു, വീണ്ടും മറ്റൊരു സ്ഥലത്ത് വയനാട്ടിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ കടുവയ്ക്ക് പറയുന്ന ആനയടക്കമുള്ള വന്യജീവികൾ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമാണ്. ഈ ഒരു വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ജനവാസ മേഖലയിലേക്ക് ആനയടക്കം ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫെൻസിംഗ് രീതികൾ അവലംബിക്കണം എന്നുള്ളതടക്കം നേരത്തെ തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതുവരെയും ആ ഫെൻസിംഗ് രീതി ആരംഭിച്ചിട്ടില്ല. പല സ്ഥലത്തും ഈ ഫെൻസിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങളൊക്കെ അല്ലെങ്കിൽ ബജറ്റിലടക്കം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും അതിന് ഈ പണം മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും അതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പദ്ധതികളൊന്നും തന്നെ വയനാട്ടിൽ വരുന്നുമില്ല. വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത്.
ഈ പ്രദേശത്ത് മാത്രമല്ല പുൽപ്പള്ളിയിലടക്കം നിരവധി തവണയാണ് ഈ കടുവയെ കണ്ടിട്ടുള്ളത്. ഈ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതാണ്. അതായത് റോഡിൽ കൂടി ക്രോസ് ചെയ്യുന്ന കടുവയെ നമ്മൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല പുൽപ്പള്ളിയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടിന്റെ തൊട്ട് പുറകിലെ പറമ്പിലടക്കം കടുവ എത്തിയിരുന്നു. അത്തരത്തിൽ ജനവാസ മേഖലകളിൽ കടുവ എത്തുന്നു, വീടുകളിലെ തൊട്ടടുത്ത് അടക്കം കടുവ എത്തുന്നു. സ്വാഭാവികമായും അമരക്കുരിയിൽ കഴിഞ്ഞ മാസമാണ് കടുവ ഇറങ്ങിയത്. 10 ദിവസങ്ങൾക്കുള്ളിൽ 5 ആടുകളെയാണ് ആ കടുവ കൊന്നത്. അവസാനം ഈ കടുവയെ കെണിയിലാക്കുകയായിരുന്നു, കൂട്ടിലാക്കുകയായിരുന്നു. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് ഈ പെരുന്തട്ടയിലടക്കം കടുവ ഇറങ്ങിയിരുന്നു. പശുക്കളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വന്യമൃഗശല്യം കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അതിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരുള്ളത്. ദേവിക. ശരി. ഫുട്ബോളിലെ ആവേശകരമായ പല സന്ദർഭങ്ങളുടെയും ദൃശ്യങ്ങൾ വൈറലാകാറുണ്ട്. എന്നാൽ ഫുട്ബോൾ കളിക്കുമ്പോൾ അബദ്ധത്തിൽ വീണ ഒരു 4 വയസ്സുകാരൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണിപ്പോൾ. കോഴിക്കോട് മുക്കം സ്വദേശിയാണ് ഇപ്പോൾ സോക്കറിലെ സ്റ്റാർ. കൊച്ചു ദേവദത്തിന്റെ ഫുട്ബോൾ കിക്കാണിപ്പോൾ വലിയ വൈറലായിരിക്കുന്നത്. ഫുട്ബോൾ കാലുകൊണ്ട് തട്ടുന്നതും വീണു പോകുന്നതുമാണ് വീഡിയോയിൽ. വീണെങ്കിലും പരിക്കൊന്നുമേറ്റില്ലെന്ന ആശ്വാസത്തോടെയുള്ള നിഷ്കളങ്കതയും കാഴ്ചക്കാരെ ആകർഷിക്കുകയാണ്. ആഴ്ചകൾക്കുള്ളിൽ 10 മില്യണാണ് കാഴ്ചക്കാർ. 1 മില്യണിലധികമാണ് ലൈക്കും ഷെയറും. മകൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ സിനിമാ കാസ്റ്റിംഗ് കോർഡിനേറ്ററായ അച്ഛൻ രാഹുലാണ് ദൃശ്യങ്ങൾ പകർത്തിയതും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതും. സാധാരണ അംഗനവാടി വിട്ടു വന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വൈകുന്നേരം പറഞ്ഞ് കുറച്ചു നേരം ബോൾ കളിക്കലുണ്ട്. ഇത് മുകളിലേക്ക് ഹൈറ്റ് ആയതുകൊണ്ട് തട്ടി കൊടുക്കും, അവൻ കൊണ്ട് തട്ടി തരും. അങ്ങനെ ഒരു ദിവസം ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ കറക്റ്റ് ടൈമിൽ അടിക്കുന്ന സമയത്ത് വീണൊരു സാധനം കിട്ടി. അപ്പോൾ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത്. അത് ഇത്ര വൈറലാണെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. ഫോണിലൊരു വീഡിയോ എടുത്ത് വെക്കാം, കുട്ടികളല്ലേ വല്ലതും പിന്നെ കാണിച്ചു കൊടുക്കാമല്ലോ, അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അത് വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച. ഇൻസ്റ്റയും വൈറലും ഒന്നും അത്ര പരിചയമില്ലെങ്കിലും തന്റെ വീഡിയോ എല്ലാവരും കാണുന്നതിന്റെ സന്തോഷത്തിലാണ് കുഞ്ഞ് ദേവദത്തും. വീഡിയോ വൈറലായതിനു പിന്നാലെ വ്ലോഗർമാരടക്കം ദേവദത്തിന് പിന്നാലെയാണിപ്പോൾ. ജനം, കോഴിക്കോട്. എന്തായാലും വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ നമുക്ക് സങ്കടമുണ്ട്, വീണ് കരയുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് സന്തോഷിക്കാൻ പറ്റുന്നൊരു വീഡിയോ അല്ലെങ്കിലും ഇപ്പോൾ ആള് സ്റ്റാറാണ്. അതുകൊണ്ട് തന്നെ ആളും സന്തോഷത്തിലാണ്, അച്ഛനും കുടുംബക്കാരും എല്ലാം. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നു. മെയ് 24-ാം തീയതി കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടും. ഈ മാസം നടക്കുന്ന അന്താരാഷ്ട്ര ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തന്നെ. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, വളരെയധികം പ്രതീക്ഷയോടെ തന്നെ ഈ MS ഐറീനയുടെ വരവ് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെ തന്നെയാണ്. കാരണം ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും കഴിയുന്തോറും ഓരോ റെക്കോർഡുകൾ, ഓരോ മൈൽ സ്റ്റോണുകളൊക്കെയാണ് ഇങ്ങനെ സാധിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ആയിട്ടുള്ള MSC ഐറീന അത് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരികയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ എന്ന് പറയുമ്പോൾ ലോകത്ത് നിലവിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ 5 കണ്ടെയ്നർ ഷിപ്പുകളും MSCയുടേതാണ്. അതിലെ ഫ്ലാഗ്ഷിപ്പ് കപ്പലാണ് ഈ പറയുന്ന MS ഐറീന എന്ന് പറയുന്നത്. എന്തായാലും ഐറീന എത്തുന്നതോടുകൂടി ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ പല തുറമുഖങ്ങളിൽ പോലും ഐറീനയ്ക്ക് നങ്കൂരമിടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്ര വലിയ തുറമുഖങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ ഐറീന നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞത്തെത്തി അവിടെ നേരിട്ട് ഈ പറയുന്ന രീതിയിൽ കണ്ടെയ്നർ ഇറക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ആഗോള ഷിപ്പിംഗ് മാപ്പിൽ വിഴിഞ്ഞത്തിനുണ്ടാകുന്ന വലിയ സ്ഥാനം, അതിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നു എന്നുള്ളതാണ്. കാരണം ഐറീന അത് ആദ്യമായിട്ടാണ് ഭാരതത്തിലേക്ക് വരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു തുറമുഖത്തിൽ ഡോക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഐറീനയുടെ ഒരു സൈസുകൾ കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷിപ്പിൻ്റെ ഒരു വലിപ്പമൊക്കെ പറയുമ്പോൾ 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയും, ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആഴം എന്ന് പറയുന്നത് 15.4 മീറ്ററാണ്. അങ്ങനെ അത്ര വലിയ കപ്പലാണ് വരുന്നത്. ഈ പറയുന്ന 5ഓളം MSCയുടെ ലോകത്തെ ഏറ്റവും വലിയ 5ഓളം
കണ്ടെയ്നർ ഷിപ്പുകളിൽ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന അതാണ് MS ഐറീൻ എന്നുള്ളത്. അപ്പോൾ ഐറീനയുടെ വരവിന് അത്ര വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് സമുദ്രം വഴിയുള്ള ചരക്ക് നീക്കത്തിൽ ഏറ്റവും വലിയ പേര് വഹിക്കുന്ന കപ്പൽ തന്നെ വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യവും കൈവരുന്നു. ആഗോളതലത്തിൽ തന്നെ അത് വലിയ ചർച്ചയാകും. ഐറീനയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സന്ദർശനം എന്ന നിലയിൽ പോലും അങ്ങനെ വലിയ പ്രാധാന്യം ഈ പറയുന്ന മെയ് 24-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ഈ കപ്പൽ നങ്കൂരമിടുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി അല്ലെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ 24,000 TEU ശേഷിയുള്ള കപ്പൽ ചരക്കുകളുമായി എത്തുമ്പോൾ അത് കൂടുതൽ മറ്റ് ഫീഡർഷിപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളും അതിൻ്റെ ഭാഗമായി കൂടുതലായി വിഴിഞ്ഞത്തേക്ക് എത്തും. അങ്ങനെ വലിയ പ്രാധാന്യം അല്ലെങ്കിൽ വലിയൊരു ചരിത്രപരമായ ഒരു ദിവസം കൂടിയാണത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. ഐറീനയ്ക്ക് വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ കഴിയുന്നതോടുകൂടി വിഴിഞ്ഞത്തിന് സാധിക്കാത്തതായി അന്താരാഷ്ട്ര സമുദ്രയാന മേഖലയിൽ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് സാധിക്കാത്ത ഒരു കാര്യവുമില്ല എന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് കൂടി മാറുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐറീന വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാർത്താ പ്രാധാന്യമാണ്. അത് ആഗോള തലത്തിൽ തന്നെ ചർച്ചയാകുന്ന ഒരു വിഷയമായി ഒരു പോർട്ടായി അത് വിഴിഞ്ഞത്തെ മാറ്റുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ദേവിക, എന്തായാലും വലിയ നേട്ടങ്ങൾ നമുക്ക് സാധ്യമാകും അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷയാണ് ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാറുള്ളത്. ബസ് ഡ്രൈവറായ അച്ഛനും കണ്ടക്ടറായ മകൾക്കുമൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബസ് യാത്ര നടത്തിയത് കൗതുകമുണർത്തുന്ന കാഴ്ചയായി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം റൂട്ടിലോടുന്ന രാമപ്രിയ ബസ്സിലെ ഡ്രൈവറായ ഷൈനും കണ്ടക്ടറായ മകൾ അനന്തലക്ഷ്മിക്കുമൊപ്പമായിരുന്നു സുരേഷ് ഗോപിയുടെ യാത്ര. കോട്ടപ്പുറം പള്ളിയിലേക്ക് ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 40 കുടുംബങ്ങൾക്കുള്ള താക്കോൽദാന ചടങ്ങിലേക്കായിരുന്നു കേന്ദ്രമന്ത്രി ബസ്സിൽ സഞ്ചരിച്ചത്. സുരേഷ് ഗോപി ബസ്സിൽ കയറിയതോടെ ഡ്രൈവറായ അച്ഛനും കണ്ടക്ടറായ മകൾക്കും ഇരട്ടി സന്തോഷം, യാത്രക്കാർക്കും കൗതുകം. ഇരുവരെയും അഭിനന്ദിക്കാനും കേന്ദ്രമന്ത്രി മറന്നില്ല. കണ്ടക്ടറായ അനന്തലക്ഷ്മി BCom ബിരുദം പൂർത്തിയാക്കി കണ്ടക്ടർ തൊഴിലിനൊപ്പം MCom പഠനവും തുടരുന്നുണ്ട്. ജനം, തൃശൂർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിലെ പുനർജീവന പ്രവർത്തനങ്ങൾ തുടർന്ന് സേവാഭാരതി. ആദ്യ നാളുകളിലെ സേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ദുരിതബാധിതരായ അവസാന വ്യക്തിയും അതിജീവിക്കും വരെ അവർക്കൊപ്പം സേവാഭാരതി ഉണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി പറഞ്ഞു. വയനാട് ജില്ലയിലെ മേപ്പാടിയിലുണ്ടായിട്ടുള്ള ദുരന്തത്തിന് ഉരുൾപൊട്ടൽ 190 ദിവസം പിന്നിടുകയാണ്. അതിൻ്റെ തുടക്കം മുതൽ ദുരന്തഭൂമിയിൽ സക്രിയമായി നിന്ന സംഘടനയാണ് സേവാഭാരതി. അവരവരുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിക്കാൻ സേവാഭാരതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി ഉണ്ട്. വയനാട്ടിലെ ഈ ദുരിതം ആരംഭിച്ചിട്ട് താങ്കൾ പറഞ്ഞതുപോലെ 190ഓളം ദിവസമായി. അപ്പോൾ ആ സമയം മുതൽ തന്നെ സേവാഭാരതി ദുരന്തമുഖത്തുണ്ട്. അപ്പോൾ ആദ്യത്തെ സമയങ്ങളിൽ ഈ നമ്മുടെ അഗ്നിശമന സേനയുടെയും ആർമിയുടെയും കൂടെ നിന്ന് സേവാഭാരതിയുടെ പ്രവർത്തകർ ഈ ദുരിതബാധിതരുടെ പ്രദേശം സന്ദർശിക്കുകയും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുകയും ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ഏകദേശം 70ഓളം മൃതശരീരങ്ങൾ നമ്മൾ ക്രിമേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ സമയം കഴിഞ്ഞ് ഇവരുടെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്കാണ് സേവാഭാരതിയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഏകദേശം 650ഓളം കുടുംബങ്ങൾ, ഈ ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ നമ്മുടെ സേവാമിത്രം എന്ന ആ പദ്ധതി അനുസരിച്ചിട്ട് നമ്മുടെ കൗൺസിലേഴ്സ് വിസിറ്റ് ചെയ്യുകയും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ നൽകുകയും ഉണ്ടായി. അപ്പോൾ ഈ ഡേറ്റ എടുക്കുന്നത് ഇവർ നേരിട്ട് ചെന്ന് ഏറ്റവും ദുരിതം അനുഭവിച്ച കുടുംബങ്ങളെ കാണുകയും അവരുടെ വിദ്യാർത്ഥികൾ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കുന്നത് എന്നും അവർ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എടുത്ത ഡേറ്റ നമ്മൾ ഈ സഹായം പറഞ്ഞ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ടാണ് ഈ സഹായം നമ്മൾ ചെയ്തു വരുന്നത്. 87ഓളം കുട്ടികളാണുള്ളത്. ഏത് പ്രായത്തിലുള്ള ആളുകളാണ് ഇവരുടെ ഈ 87 കുട്ടികളുടെയും പൂർണ്ണമായിട്ടുള്ള വിദ്യാഭ്യാസ ചെലവ് വഹിക്കാൻ നമുക്ക് സേവാഭാരതിക്ക് അല്ലെങ്കിൽ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയൊക്കെ എത്രത്തോളം വലിയ തുകകളാണ് ചെലവാകുക? ഈ പല കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ കുഞ്ഞുങ്ങൾ മുതൽ ഡിഗ്രി ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ വരെയുണ്ട്. അപ്പോൾ അവരുടെ ഈ കോഴ്സ് ഫീ എന്ന് പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകാം. ഇപ്പോൾ ശാസ്ത്ര യൂണിവേഴ്സിറ്റി മൊത്തം അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഏകദേശം 1 കോടിയോളം രൂപയാണ്
ഈ ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പായും അല്ലാതെയും കൊടുക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഗഡുവായ 50 ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അദ്ദേഹം നേരിട്ട് ഈ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് ഇതൊരു തുടക്കമാണ്, ഇതിനൊരു തുടർച്ച ഉണ്ടാവുന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഈ സേവാഭാരതിൻ്റെ പ്രവർത്തനങ്ങൾ, അനേകം പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യ ഗഡു എന്നുള്ള നിലയിലാണ് ഈ 50 ലക്ഷം സേവാഭാരതി വഴി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത കുഞ്ഞുങ്ങൾക്ക് അവർ കൊടുക്കുന്നത്. സേവാഭാരതിയുടെ മറ്റനേകം പ്രവർത്തനങ്ങളും ഇവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4.5 ഏക്കറോളം സ്ഥലം സേവാഭാരതി കണ്ടെടുക്കുകയും അവിടെ ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് റിസ്ക് ഇല്ലാത്ത സ്ഥലം തന്നെയാണത്. അപ്പോൾ അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുക, ഗവൺമെൻറ്റിൻ്റെ ഒരു നയവും ബാക്കി കാര്യങ്ങളും ഇതുവരെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്ത് സഹായമാണ് ആർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് കൂടാതെ അവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹാള്, പിന്നെ പ്രാർത്ഥന നടത്താനുള്ള സ്ഥലങ്ങൾ, അപ്പോൾ അത്തരത്തിലുള്ള അനേകം പദ്ധതികൾ സേവാഭാരതി ഈ സ്ഥലത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും സേവാഭാരതി ചെയ്യും, അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ലക്ഷ്യം. ഈ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഏറ്റവും ഭയാനകമായ, ഏറ്റവും ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണെന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന, ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ള വ്യക്തിയും കരകയറ്റപ്പെടുന്നത് വരെ സേവാഭാരതിയുടെ പ്രവർത്തനം വയനാട് ജില്ലയിൽ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിനായി തുടരുക തന്നെ ചെയ്യും. ദുരന്തമുഖത്ത് ആദ്യ ദിവസം സേവാഭാരതി ഉണ്ടായിരുന്നു. അതിലെ ഓരോ വ്യക്തിക്കും സംഭവിച്ചിട്ടുള്ള ദുരന്തത്തിന് അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടത്തിന് അത് നേടിയെടുത്തു കൊടുക്കാൻ സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കുമെന്നാണ് സേവാഭാരതി പറയുന്നത്. അതായത് ദുരന്തത്തിൻ്റെ ആദ്യം സേവാഭാരതി ഉണ്ടായിരുന്നു, അവർ അതിജീവിച്ച് വരുന്ന അവസാന നിമിഷത്തിലും സേവാഭാരതി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി പറയുന്നത്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, വയനാട്. അങ്ങനെ ദേവിക, നമ്മുടെ പുത്തൻപുലരിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. തുടർന്ന് അങ്ങോട്ട് ലൈവ് റിപ്പോർട്ട്സിന്റെ തുടക്കമാണ്. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. നമസ്തേ.